Good morning. എല്ലാവരും ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ ഓക്കെ അല്ലേ? നിങ്ങൾക്ക് കാണുന്നുണ്ടോ? യെസ്. ഓക്കെ. അപ്പൊ നമ്മളിവിടെ എന്താ ചെയ്തോണ്ടിരുന്നേ? നമ്മൾ കുറച്ചൊക്കെ തുണിയൊക്കെ ഇളക്കിക്കൊണ്ടേക്ക് ഇരിക്കുകയായിരുന്നല്ലേ? കുറച്ച് ദിവസമായി ക്ലാസ് ഒക്കെ കണ്ടിട്ട് അല്ലെ? കുറച്ച് കഴിഞ്ഞ വെനസ്ഡേ നമ്മുടെ അല്ലെ കഴിഞ്ഞിട്ട് ഓർക്കുന്നുണ്ട് എവിടെ വരെയൊക്കെ എടുത്തേന്നുള്ളത്? എവിടെ വരെ എടുത്തു നമ്മള്? പ്രോസസിംഗ് ഓഫ് സോയിൽഡ് ലിനൻ അല്ലേ നമുക്ക് ഇനി എടുക്കണ്ടേ? ക്ലാസിഫിക്കേഷൻ ഓഫ് ലിനൻ ഇൻ ഹോസ്പിറ്റൽസ് പറഞ്ഞില്ലേ? പ്രീത കുട്ടിയാണ് ക്വസ്റ്റ്യന്റെ മിക്കവാറും മെസ്സേജ് ഇടാറ്. നമുക്ക് പുതിയ ബാച്ചുകളൊക്കെ ഇന്ന് തുടങ്ങായിരുന്നു. അപ്പൊ ഫസ്റ്റ് അവർ പുതിയ ബാച്ചിലായിരുന്നു. അത് തന്നെ 2 മിനിറ്റ് വൈകിയത്. അവരോട് വിശേഷമൊക്കെ എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? ഇത് തന്നെ ലാസ്റ്റ് നമുക്ക് അധികം സംസാരിക്കാനൊന്നും പറ്റൂല. ഇപ്പോഴും നിങ്ങളോടൊന്നും സംസാരിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ നമുക്ക് അതിന്റെ ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. അപ്പൊ ഞാൻ അവരോട് പറയേതേ നമുക്ക് ഇങ്ങനെ പതുക്കെ ഒക്കെ ഒന്ന് പരിചയപ്പെടാം. അത് ഒരുപാട് നിങ്ങൾ അങ്ങനെ പേഴ്സണലായിട്ട് സംസാരിക്കാനൊന്നുള്ള ടൈമില്ല. ഞങ്ങളുടെ പിള്ളേരുടെയൊക്കെ ഇപ്പൊ ക്ലാസ് പഴയ ബാച്ചിലേക്ക് തീരാറായിട്ടുണ്ട്. എന്നിട്ട് തന്നെ അവരെ പരിചയപ്പെടാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് ഈ ഒരു ചാപ്റ്റർ ഉണ്ട്. പിന്നെ ഒരു കാര്യം, ചാപ്റ്റർ കഴിഞ്ഞിട്ടേ ഇന്നിപ്പോ നോക്കട്ടെ, ചിലപ്പോ തീരുമാനിക്കും. അല്ലെങ്കിൽ അടുത്ത ഇച്ചിരി ഒരു 10 മിനിറ്റ് കൂടി മതിയാവും തീരാനായിട്ട്. അത് കഴിയുമ്പോൾ നിങ്ങളുടെ അതിൽ ഗൈഡ് ഉള്ളവരുണ്ടല്ലോ, അടുത്ത ക്ലാസ്സിലേക്ക് ഒന്ന് ഗൈഡ് എടുത്ത് വെക്കും കേട്ടോ. അപ്പൊ അതിനകത്ത് കുറച്ച് കുഞ്ഞു കറക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ചാപ്റ്റർ എടുത്തേണ്ട ഞാനത് കറക്റ്റ് ചെയ്ത് തരാം. നിങ്ങൾക്ക് എക്സാമിന് കൺഫ്യൂഷൻ വേണ്ട. അപ്പൊ അത് ഗൈഡ് ഒന്ന് കറക്റ്റ് ചെയ്ത് തരാം ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ. അപ്പൊ ഗൈഡ് ഉള്ളവരൊക്കെ ഗൈഡ് ഒന്ന് എടുത്തു വെച്ചു. നിങ്ങളുടെ നമ്മൾ പറഞ്ഞോണ്ടിരുന്ന എവിടെ വരെയായിരുന്നു? അഡ്വാൻറ്റേജ് ഒക്കെ പറഞ്ഞു. പിന്നെ അടുത്ത പ്രോസസ്സിംഗ് എത്തിയിട്ടില്ല. നമ്മളിവിടെ വരെ പറഞ്ഞത് അല്ലെ? ക്ലാസിഫിക്കേഷൻ പറഞ്ഞത്. ക്ലാസിഫിക്കേഷൻ ഓഫ് ലിനൻ, ജനറൽ പർപ്പസ് ലിനൻ, പേഷ്യന്റ് ലിനൻ, വാർഡ് ലിനൻ, ഓപ്പറേഷൻ തിയേറ്റർ, ലേബർ റൂം, പ്രൊസീജിയർ റൂം ലിനൻ, ഇവിടെ വരെ നമ്മൾ കഴിഞ്ഞു അല്ലെ? അതൊക്കെ പറഞ്ഞു. ഓക്കെ, ശരി. ഇനി നെക്സ്റ്റ് നമ്മൾ ആ സൈറ്റുമാണ് പഠിക്കാവുന്നത്. പ്രോസസിംഗ് ഓഫ് സോയിൽഡ് ലിനൻ. സോയിൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? മലിനമായിട്ടുള്ള തുണിത്തരങ്ങള്. അതെങ്ങനെയാണ് അതിന്റെ കൈകാര്യം? എല്ലാവരും വീട്ടിൽ അളക്കാറൊക്കെ ഇല്ലേ? നമ്മുടെ കൂട്ടത്തിൽ അളക്കാത്തവരൊക്കെ ഉണ്ടാ? എന്നാൽ നമുക്ക് അളക്കാൻ പഠിക്കാൻ. പോയിന്റ് പറഞ്ഞില്ലേ? പോയിന്റ്സ് പറഞ്ഞില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, പോയിന്റ്സ് പറഞ്ഞില്ല എന്ന് പറയേണ്ടത് 4 പറഞ്ഞോളൂ അല്ലെ? അത്രേ പറഞ്ഞോളൂ. പ്രോസസിംഗ് ഓഫ് സോയിൽഡ് ലിനൻ പറഞ്ഞില്ല. അതാ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നേ. നമ്മൾ ഇവിടെ വരെ പറഞ്ഞില്ലായിരുന്നോ? യൂസ് ഓഫ് PPE എന്തൊക്കെയാണ്? നമ്മൾ ആ കറക്റ്റ് ലിനൻ കൈകാര്യം ചെയ്യുമ്പോൾ ആ സ്റ്റാഫുകള് ഈ കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തണം. അത് പറഞ്ഞു അല്ലെ? PPE കിറ്റ് ധരിക്കണം എന്ന് പറഞ്ഞു. പിന്നെ അവിടെ ബാഗുകള്, സ്റ്റെയിൻഡ് ലിനൻ കളക്ട് ചെയ്യാൻ ബാഗ് ഉപയോഗിക്കണം, കയ്യിലൊന്നും എടുത്തോണ്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. പിന്നെ സ്റ്റെയിൻഡ് ആയിട്ടുള്ളതും ക്ലീൻ ലിനനും നമ്മൾ പ്രത്യേകം നമ്മൾ സ്റ്റോർ ചെയ്യണം. രണ്ടും ഒരുമിച്ച് നമ്മൾ കഴുകിയതും കഴുകാത്തതും ഒന്നും ഒരുമിച്ച് സ്റ്റോർ ചെയ്യാൻ പാടില്ല. അത് സെപ്പറേറ്റ് സ്റ്റോർ ചെയ്യണം. ഹാൻഡ് ഹൈജീൻ പാലിക്കണം എന്ന് പറഞ്ഞു. നേരിട്ട് ഉഷ്ണ സ്റ്റേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എടുക്കരുത്. ഗ്ലൗസ് ഒക്കെ ധരിക്കണം. നമ്മളത് ഹാൻഡ് ഹൈജീൻ പാലിക്കണം. പിന്നെ പ്രൊവൈഡ് ട്രെയിനിങ് ഓൺ പ്രോപ്പർ ലോണ്ടറി ഹാൻഡ്ലിങ്. പ്രോപ്പർ ആയിട്ടുള്ള ലോണ്ടറി കൈകാര്യത്തിന് നമ്മൾ അതിന് നല്ലൊരു ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം എന്ന് പറഞ്ഞു അല്ലെ? അത്രയും പറഞ്ഞു നിർത്തിയതല്ലേ? ഒന്ന് കറക്റ്റ് ചെയ്തേടാം. ഓക്കെ ആണോ? 5 പോയിന്റ്സ് നമ്മൾ കഴിഞ്ഞ തീർത്തതാണ്. ഇനി നമ്മൾ അളക്കാൻ പോട്ടോ. ഇനി അളക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അർജുൻ, ഗോപാലൊക്കെ ആൾക്കാരുണ്ടാവും. അർജുൻ എന്ന് പറഞ്ഞ കുട്ടി ഇടയ്ക്കിടയ്ക്ക് ഓരോ കമന്റ് ഒക്കെ ചെയ്യുമെന്നൊക്കെ ഓരോ ടീച്ചർമാരൊക്കെ പറയാറുണ്ട്. ഞാൻ പറഞ്ഞു എന്റെ ക്ലാസ്സിൽ ആ കുട്ടി ഒരു കുഴപ്പമുണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഞാനിങ്ങനെ ഒരു പേര് ഇങ്ങനെ കണ്ടിട്ടേ ഉള്ളൂ, അല്ലാതെ വേറെ അങ്ങനെ എന്നോടൊന്നും അധികം ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടൊന്നും ഇല്ല എന്നൊക്കെ ഞാനിങ്ങനെ അവിടെ ഞങ്ങൾ ഇടയ്ക്ക് ഡിസ്കസ് ചെയ്യല്ലോ. അർജുന്റെ ഡ്രസ്സൊക്കെ അർജുൻ തന്നെയാണോ വാഷ് ചെയ്യാറ്? അമ്മയാണോ അലക്കി തരുന്നേ? വൈഫാണോ? എനിക്കറിയില്ല. അർജുന് ഡയറക്റ്റ് അറിയില്ല. പറഞ്ഞോളൂ. എന്തായാലും നമുക്ക് അളക്കാൻ അറിയാൻ പാടില്ലാത്തവർക്ക് നമുക്ക് അളക്കാൻ പഠിക്കാം. ഓക്കെ, അപ്പൊ എങ്ങനെയൊക്കെയാണ് നമ്മൾ വീട്ടിലൊക്കെ ചെയ്യൂലേ? അതുപോലൊക്കെ തന്നെ. ആദ്യം വൈഫില്ല. ഓക്കെ, വൈഫില്ല എന്നാട്ടോ അർജുൻ പറഞ്ഞത്. ഇതിപ്പോ നമ്മളെ ക്ലാസ് ഇത്തിരി തീരാറായിരുന്നു എന്ന് വിചാരിച്ച് ജസ്റ്റ് നിങ്ങളോടൊന്ന് ചോദിച്ചതാട്ടോ. ഞാൻ മാരീഡ് അല്ല. ഓക്കെ, അർജുൻ മാരീഡ് അല്ല കേട്ടോ. പ്രപ്പോസ് എന്താണ്
പിന്നെ ഡീറ്റെയിൽ ഒക്കെ ചോദിക്കാം, നമുക്ക് ഇതൊന്ന് തീർക്കട്ടെ. ഓക്കെ, നോക്കിയേ അർജുൻ, നമുക്കപ്പൊ അർജുൻ മാരിയുടെ എല്ലാ അമ്മയായിരിക്കും അലക്കി കൊടുക്കുന്നത്. ഞാൻ തന്നെയാണ് തുണി അലക്കുന്നത്. ഓക്കെ, വെരി ഗുഡ്. അർജുന് ക്ലാപ്പ് കൊടുത്തേ. ഏജ് ഞാൻ ചോദിക്കല്ല കേട്ടോ, ഏജ് ചോദിക്കുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് ഏജ് ഞാൻ ചോദിക്കല്ല. അപ്പൊ മാരീഡ് അല്ല ഓൾറെഡി. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അർജുൻ തന്നെയാണെന്ന് നടക്കണം. അതൊരു വലിയൊരു ക്ലാപ്പ് കേട്ടോ. ആ പിള്ളേരൊക്കെ അങ്ങോട്ട് മാറി മാറി ഇട്ട് കൊടുക്കുള്ളൂ, അമ്മ വേണമെങ്കിൽ ഇറക്കിക്കൊടുത്തേന്ന് പറയും. ഓ, അർജുൻ 20 years മാരീഡ് എന്ന് നോക്കാൻ പ്രപ്പോസ് ചെയ്യാനുള്ള സമയമായിട്ടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് അർജുന്റെ കാര്യം അവിടെ പെയിന്റിങ് അവിടെ വെച്ചേക്കാട്ടോ. ഒരു 3-4 വർഷം ഒക്കെ കഴിയട്ടെ അർജുൻ, എന്നിട്ട് നോക്കിയാൽ പോലെ ഇപ്പൊ ഫ്രീ ആയിട്ട് നടന്നോട്ടോ. മാരേജ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോ പിന്നെ നമ്മൾ ഇത്രയും നാളെ നല്ല ഫ്രീ ആയിട്ട് നടന്നത് പെട്ടെന്ന് ഒരു ഇത് വരും. അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മൾ ആസ്വദിക്കാൻ പറ്റുന്ന സമയമാണ്. നിങ്ങൾ മാക്സിമം ആസ്വദിച്ചൊക്കെ എത്തിക്കഴിഞ്ഞ് പ്രാരാബ്ദം കുട്ടികളൊക്കെ ആവുമ്പോഴേ നമുക്ക് അല്ലേ പിള്ളേരെ, മാരേജ് കഴിഞ്ഞവര് വിചാരിക്കുമല്ലോ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു. എന്തൊരു പ്രാരാബ്ദം അല്ലെ, നമ്മുടെ തലയിൽ വലിയൊരു പ്രാരാബ്ദം വന്നു കഴിയുമ്പോൾ നമ്മൾ ഫ്രീ ബേഡ് ആയിട്ട് നമുക്ക് നടക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഓക്കെ അർജുൻ ഇനി എന്താ പറയാ മാക്സിമം എൻജോയ് ചെയ്തോ. അപ്പൊ അർജുൻ തന്നെയാണ് അലക്കുന്നതിനുള്ളത് പറഞ്ഞു ഇവിടെ. ഓക്കെ, വെരി ഗുഡ്, നല്ല കാര്യമാണ്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ അമ്പിള്ളേരൊക്കെ അങ്ങനെ ചെയ്യുന്നില്ല, അമ്മയ്ക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കും അല്ലെ. ഓക്കെ, അതിന് നമുക്കൊരു ക്ലാപ്പ് കൊടുക്കാം. അപ്പൊ അർജുന അലക്കുന്നുണ്ട്. അപ്പൊ വേറെ എല്ലാവരും തന്നെ അലക്കുന്നവരാണ് എങ്കിലും നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ സോയിൽഡ് ലിനൻ പ്രോസസ്സിങ്, ഈ മലിനപ്പെട്ട തുണികൾ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്തത്. ഓക്കെ, ഒന്നാമത് എന്ത് ചെയ്യുന്നു, സോർട്ടിങ്. സോർട്ട് ചെയ്യാന്ന് വെച്ചാൽ അത് അടക്കുന്നു, അല്ലെങ്കിൽ നമ്മളത് എന്താ പറയാ, നമ്മളത് എല്ലാവരും കൂടി ഒരുമിച്ച് മാറി ഇപ്പൊ മിഷീനിലാണെങ്കിലും നമ്മൾ പറഞ്ഞു ഹാൻഡ് വാഷ് ചെയ്യുകയാണെങ്കിലും ഒക്കെ ആദ്യം നമ്മളൊന്ന് അടക്കുന്നു. അതായത് നമ്മൾ എന്താ പറയാ അടക്കുന്നു അല്ലെങ്കിൽ തിരിക്കുന്നു, സോർട്ട് ചെയ്ത് വെക്കുകയാണ് അല്ലെ. വൈറ്റ് ഉണ്ടെങ്കിൽ വേറെ അല്ലെ, കുറച്ച് മുഷിഞ്ഞതാണെങ്കിൽ വേറെ, നല്ല ഡ്രസ്സുകൾ വേറെ, നൈറ്റിക്ക് ഇടുന്നത് വേറെ അല്ലെ, കുറച്ചും കൂടി ഇതായിട്ടുള്ളത് വേറെ, അങ്ങനെയൊക്കെ നമ്മളൊന്ന് അടക്കും. അല്ലാതെ എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോകുന്നല്ല. വൈറ്റും വെള്ള കളറുകളും ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ പറയണ്ട അല്ലെ. അപ്പൊ അതുകൊണ്ട് അത് അങ്ങനെയല്ല. ആദ്യത്തെ എന്താണ് ചെയ്യുന്നത്, ഈ സ്റ്റെപ്സുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ആ സൈക്കിളില് വരുന്നതാണ് സോർട്ടിംഗ് ആണ് ആദ്യം ചെയ്യേണ്ട കാര്യം. പ്രോസസ് ഓഫ് സോയിൽഡ് ലിനനില് ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്, സോർട്ടിംഗ്. സോർട്ട് ചെയ്യുന്നു എന്ന് വെച്ചാൽ അടക്കുന്നു, നമ്മൾ ഓരോന്നും അടക്കി വെക്കുന്നു. ഓക്കെ, യൂസ്ഡ് ലിനൻ ഷുഡ് ബി കളക്റ്റഡ് ഫ്രം ഈച്ച് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് സെപ്പറേറ്റഡ്. ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കളക്ട് ചെയ്യുന്ന ഉപയോഗിച്ച തുണിത്തരങ്ങൾ എന്ത് ചെയ്യുന്നു, അത് സെപ്പറേറ്റ് ചെയ്യുന്നു. യൂസ്ഡ് ലിനൻ ഷുഡ് ബി കളക്റ്റഡ് ഫ്രം ഈച്ച് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് സെപ്പറേറ്റഡ് അല്ലെ. ഇപ്പൊ നമ്മൾ പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കളക്ട് ചെയ്യുന്ന സോയിൽഡ് എന്ന് പറഞ്ഞാൽ മലിനമായിട്ടുള്ള ഉപയോഗിച്ചിട്ടുള്ള തുണിത്തരങ്ങൾ എന്ത് ചെയ്യുന്നു, അത് സെപ്പറേറ്റ് ചെയ്യുന്നു. Linen taken with the body fluids should be kept separately. ഇനി അതിന് ബോഡി ഫ്ലൂയിഡ്സ്, യൂറിനോ ബ്ലഡോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള തുണികൾ ഉണ്ടല്ലോ, അതിനെ പ്രത്യേകം സെപ്പറേറ്റ് ചെയ്യും. അല്ലാതെ ഇതിന്റെ കൂട്ടത്തിൽ അലക്കൂല. അങ്ങനെയുള്ളതിന്റെ ആ ഇതൊക്കെ ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ പ്രത്യേകം വാഷ് ചെയ്യണ്ടേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് പ്രത്യേകം കീപ്പ് ചെയ്യും. ഓക്കെ, നമ്മൾ അങ്ങനെയല്ലേ, കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവര് യൂറിനൊക്കെ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ തുണിയുടെ കൂട്ടത്തിൽ അലക്കൂല അല്ലെ. അത് മാറ്റി അതൊന്നൊക്കെ കഴുകി കളഞ്ഞിട്ടാണ് നമ്മൾ അലക്കാൻ ഇടുള്ളൂ, ശരിയല്ലേ. ബോഡി ഫ്ലൂയിഡ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രത്യേകം ഒന്ന് വാഷ് ചെയ്തെടുക്കും. ഓക്കെ, അതിനെ സെപ്പറേറ്റ് ആയിട്ട് വെച്ചു. Smoothing and disinfecting infected or stained linen after soaking in 0.5% bleaching solution for 30 minutes. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് എത്രയാ, 0.5% ബ്ലീച്ചിങ് സൊല്യൂഷനിൽ 30 മിനിറ്റ് അത് സോക്ക് ചെയ്ത് വെക്കും. എന്ത്, സ്മൂസിംഗ് എന്ന് പറഞ്ഞാൽ കഴുകുക എന്നുള്ള മീനിങ് ആട്ടോ. ആൻഡ് ഡിസ്ഇൻഫെക്റ്റിംഗ്, ഡിസ്ഇൻഫെക്ഷൻ ചെയ്യാനായിട്ട്, അണുനശീകരണം നടത്താനായിട്ട് ഇൻഫെക്ഷൻ ഉള്ള തുണിത്തരം ഒറ്റയിട്ട്. ഇൻഫെക്റ്റഡ് ലിനൻ എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ ഉള്ള പേഷ്യൻസിൽ നിന്നും കളക്ട് ചെയ്യുന്ന തുണിത്തരങ്ങളാണ്. അപ്പൊ അതിനെ അണുവിമുക്തമാക്കാൻ വേണ്ടി എന്ത് ചെയ്യുമെന്ന് അറിയോ, അവിടെ 30 മിനിറ്റ് ബ്ലീച്ചിങ് സൊല്യൂഷനിൽ 0.5% ബ്ലീച്ചിങ് സൊല്യൂഷനിൽ സോക്ക് ചെയ്ത് വെക്കും, മുക്കി വെക്കും. അത് നമ്മളിങ്ങനെ കറയുള്ളതൊക്കെ ബ്ലീച്ചിലിട്ട് വെക്കാറില്ലേ, അതുപോലെ മുക്കി വെക്കും. should be washed with water and detergent before washing. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അത് നമ്മളൊന്ന് വാഷ് ചെയ്തതിന് ശേഷമാണ് പിന്നെ ഡിറ്റർജന്റ് ഒക്കെ ഉപയോഗിച്ച് കഴുകുന്നത്. അങ്ങനെയല്ലേ. ഇപ്പൊ ബ്ലീച്ചിലൊക്കെ ഇട്ടത് വെച്ചാൽ നേരിട്ട് കഴുകല്ല, അതൊന്ന് വാഷ് ചെയ്യും. എന്നിട്ട് നമ്മളത് ഡിറ്റർജൻസ്, സോപ്പ് ഇതൊക്കെ ഉപയോഗിച്ച് കഴുകും. വാട്ടറും ഡിറ്റർജന്റും ഒക്കെ ഉപയോഗിച്ച് കഴുകും. എന്നിട്ട് നമ്മൾ വീണ്ടും വാഷ് ചെയ്യുക ചെയ്യുന്നത്.
അല്ലാതെ പെട്ടെന്ന് നമ്മുടെ ഒരു ഒറ്റയടിക്ക് എടുക്കല്ല. ആ ഡിറ്റർജന്റിന്റെ ഇതൊക്കെ ആ ബ്ലീച്ചിന്റെ ഇതൊക്കെ പോകണ്ടേ, അതിന് വേണ്ടിയിട്ട് സോപ്പ് ഒക്കെ ഉപയോഗിച്ച് കഴുകും, എന്നിട്ട് പിന്നെ വാഷ് ചെയ്യും എന്ന് പറയുന്നത്. അതൊന്ന് നോക്കി വെച്ചാൽ 30 മിനിറ്റ് ആണ് നമ്മുടെ ഇതിനകത്ത് പഠിക്കാൻ തന്നിട്ടുള്ളത്. 0.5% ബ്ലീച്ചിങ് സൊല്യൂഷനിൽ 30 മിനിറ്റ് മുക്കി വെക്കും, എന്നിട്ട് സോപ്പ് വെള്ളം ഉപയോഗിച്ച് കഴുകും, എന്നിട്ടാണ് അത് വീണ്ടും കഴുകുന്നത്, wash ചെയ്യുന്നത്. Then infected linen should be accounted for and handed over separately. ഇനി ഇൻഫെക്ഷൻ ഉള്ള തുണിത്തരങ്ങളില്ലേ, അത് ഇൻഫെക്ഷൻ ഉള്ള തുണിത്തരങ്ങള് നമ്മള് പ്രത്യേകം അത് വാഷ് ചെയ്യുന്നത്, മറ്റുള്ള തുണിയുടെ കൂട്ടത്തിൽ കഴുകരുത്. ഇൻഫെക്ഷൻ ഉള്ള തുണിത്തരങ്ങൾ പ്രത്യേകം അത് വാഷ് ചെയ്യണം. At this stage, the linen should also be inspected for tears and damage. അപ്പൊ ഈ ഒരു സ്റ്റേജിൽ എന്തും കൂടി നമ്മൾ നോക്കണം എന്നറിയോ, എന്തെങ്കിലും കീറിയതുണ്ടോ, തുണിത്തരങ്ങൾ എന്തെങ്കിലും കീറിയതുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്നുള്ളതൊക്കെ ആ സമയത്ത് നോക്കണം. നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണെങ്കിൽ വെറുതെ വാഷ് ചെയ്ത് അങ്ങനെ സമയം കളയണ്ട, അല്ലെ, അതിന് മെനക്കെടണ്ട. അപ്പൊ അതുകൊണ്ട് ഒട്ടും ഉപയോഗിക്കാൻ പറ്റാത്തോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കീറി പറഞ്ഞത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് നമ്മൾ പറഞ്ഞു, എങ്കിലും നമ്മളൊന്ന് നോക്കാം അവിടെ ആ സമയത്ത് കീറിയതാണോ, ഡാമേജ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊക്കെ ഈ സ്റ്റേജിൽ നോക്കണം. ഇനി മൂന്നാമത്തെ സ്റ്റേജ് നോക്കിയേ, എന്താണ്? വാഷിംഗ്, എക്സ്ട്രാക്ടിങ്, കണ്ടീഷനിങ്, അയണിങ് ഒരുമിച്ചാണ് ഇവിടെ കൊടുത്തേക്കണേ. വാഷ് ചെയ്യുന്നു, എക്സ്ട്രാക്ട് ചെയ്യുന്നു, അതിനെ നമ്മൾ എന്താണ് എക്സ്ട്രാക്ട് ചെയ്യാന്ന് വെച്ചാൽ അതിനെ സെപ്പറേറ്റ് ചെയ്യും, വേർതിരിക്കുന്നു. കണ്ടീഷനിങ്, കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റിഫ് ആയിട്ടിരിക്കാൻ നമ്മൾ പറഞ്ഞില്ലേ, മുക്കടത് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത്, പിന്നെ അത് കഴിഞ്ഞിട്ട് അയൺ ചെയ്യുന്നു, എന്നിട്ട് തേച്ച് വെക്കുന്നു, അയൺ. The linen should be washed, then out conditioned and ironed by laundry staff. അല്ലെ, തുണികള് വാഷ് ചെയ്യുന്നു, എന്നിട്ട് അത് മുക്കി വെക്കും. നിങ്ങളൊക്കെ മുക്കി വെക്കാറുണ്ടോ? സ്റ്റിഫ് ആയിട്ടിരിക്കാൻ, സ്റ്റിഫ് ആൻഡ് ഷൈനിലോ എന്തെങ്കിലുമൊക്കെ മുക്കി വെക്കാറില്ലേ നമ്മള്? കണ്ടീഷനില് ആൻഡ് അയൺ, എന്നിട്ട് നമ്മൾ തേച്ച് മടക്കി വെക്കും, അല്ലെ, അയൺ ചെയ്യും. By the laundry staff. Infected linen should be washed separately. ഇൻഫെക്ഷൻ ഉള്ള തുണികൾ അപ്പോഴും എന്താ പറഞ്ഞ അവിടെ പറഞ്ഞിട്ടുണ്ട്, സെപ്പറേറ്റ് ആണ് നമ്മൾ വാഷ് ചെയ്യുന്നത്. ഷെയർ ചെയ്ത് കാണുന്നില്ലേ പിള്ളേരെ? ഇവിടെ ഓൾറെഡി ഷെയർ ചെയ്ത് കിടക്കണ്ടായിരുന്നു. എന്താ പറയാ, ഇനി കാണുന്നില്ലേ? ആർക്കും കാണാനുള്ളേ ഇല്ലേ? എന്നിട്ട് നിങ്ങളില്ലേ അപ്പൊ ആദ്യം പറയാത്തെ? പ്രിയത കുട്ടി ആരെങ്കിലും പറഞ്ഞേ അറിഞ്ഞോ? നോക്കട്ടെ. അപ്പൊ ഫസ്റ്റ് ക്ലാസ്സിൽ മാം ക്ലാസ് എടുത്തപ്പോ ഷെയർ ചെയ്തത് കാണണ്ടായിരുന്നോ നിങ്ങൾക്ക്? അതെ, ഞാൻ നോക്കട്ടെ, ഒന്നുകൂടെ ഷെയർ ചെയ്ത് നോക്കട്ടെ. നോക്കട്ടെ, ശരി. ഇപ്പൊ നോക്കിയേ, കാണാൻ പറ്റുമെന്ന്? യെസ്. ഇപ്പോഴും കാണുന്നില്ലേ? സുമിക്കൊന്നും ചിലർക്ക് കാണുന്നുണ്ടല്ലോ. ടെക്സ്റ്റ് അത് പറഞ്ഞില്ല. ഓക്കെ, ടെക്സ്റ്റ് ഉണ്ടല്ലോ. എന്നാലും ഓൾമോസ്റ്റ് മിക്കവർക്കും കാണുന്നുണ്ട് അല്ലെ? ശരി ശരി. അപ്പൊ നമ്മൾ അവിടെ എന്താ പറഞ്ഞേക്കുന്ന മൂന്നാമത്തെ സ്റ്റെപ്പില് വാഷിംഗ്, എക്സ്ട്രാക്ടിങ്, കണ്ടീഷനിങ്, അയണിങ്, അല്ലെ? ലിനൻ എന്ത് ചെയ്യുന്നു? വാഷ് ചെയ്യുന്നു, പിന്നെ എന്നിട്ട് അത് നമ്മൾ സ്റ്റിഫ് ആയിട്ടിരിക്കാൻ അതിന് മുക്കുന്നു, പിന്നെ അതിനെ അയൺ ചെയ്യുന്നു. ഇതൊക്കെ ആരാ ചെയ്യുന്നത്? ലോണ്ടറി സ്റ്റാഫ് ആണ് ചെയ്യുന്നത്. ഈ അപ്പോഴും അവിടെ പറഞ്ഞിട്ടുണ്ട്, മൂന്നാമത്തെ പോയിന്റിൽ പറഞ്ഞിട്ടുണ്ട്, ഇൻഫെക്റ്റഡ് ലിനൻ ഷുഡ് ബി വാഷ്ഡ് സെപ്പറേറ്റ്ലി. അപ്പൊ ഈ തുണികളുടെ സോയിൽഡ് ലിനൻ എന്ന് വെച്ചാൽ മലിനമായത്. പക്ഷെ ഇൻഫെക്റ്റഡ് ലിനൻ എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ ഉള്ള പേഷ്യൻസിനെ കളക്ട് ചെയ്തേക്കുന്നത്, ഇൻഫെക്ഷൻ ഉള്ളതാണ്. അപ്പൊ അതിനെ അണുവിമുക്തമാക്കണം നമ്മൾ, അതിനെ പ്രത്യേകം വാഷ് ചെയ്യണം. Pressing and folding. The pressed and folded linen
Clean linen should be stored in a dry place on rack. എവിടെയോ എന്നിട്ട് അതിനെ പ്രസ് ചെയ്യണം, ഫോൾഡ് ചെയ്യണം. അത് അയൺ ചെയ്തൊക്കെ പ്രസ് ചെയ്ത് ഫോൾഡ് ചെയ്യണം, നന്നായിട്ട് മടക്കി എവിടെ സൂക്ഷിക്കണം എന്നാ പറഞ്ഞേക്കണേ? ഈ ലോണ്ട്രിയില് ഡ്രൈ ആയിട്ടുള്ള, നമ്മൾ വെള്ളമൊന്നും ഇല്ലാത്ത ഡ്രൈ ആയിട്ടുള്ള പ്ലേസിൽ റാക്കില് അത് സ്റ്റോർ ചെയ്ത് വെക്കണം. Clean linen should be shifted, transported on the clean trolley to various areas. ഇനി അപ്പൊ അങ്ങനെ നമ്മൾ നല്ല അലക്കി തേച്ചൊക്കെ ഇരിക്കുന്ന ക്ലീൻ ലോണ്ട്രി എന്ത് ചെയ്യണം? ക്ലീൻ ട്രോളിയിൽ വേണം പല ഏരിയയിലേക്ക് കൊണ്ടുപോകാൻ. Should be shifted, transported on a clean trolley to various areas. ക്ലീൻ ആയിട്ടുള്ള ട്രോളിയിൽ തന്നെ കൊണ്ടുപോകണം. ഇനി കണ്ടോ, ഈ ഇരുന്ന് നോക്കിയേ, പ്രോസസ്സിംഗ് നോക്കിയേ, പ്രോസസ്സിംഗ് ഓഫ് സോയിൽഡ് ലിനൻ. അപ്പൊ ഒന്നാമത്തെ എവിടെ നിന്ന് തുടങ്ങണം? സോർട്ടിങ്ങിൽ തുടങ്ങണം. സോർട്ട് ചെയ്യാം, നമ്മൾ ഓരോന്നിനെ അടക്കി വെക്കുന്നു, ഓരോന്നിനെയും തരംതിരിച്ച് അടക്കി വെക്കുന്നു. സോർട്ടിങ്. ആ പോയിന്റ്സ് അവിടെ വേണമെങ്കിൽ ഒന്നൊന്ന് നമ്പർ ഇട്ടോ കേട്ടോ, നിങ്ങൾക്കറിയാം. എങ്കിലും സോർട്ടിങ്ങിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോർട്ടിങ്. പിന്നെ സ്ലൂസിങ് ആൻഡ് ഡിസിൻഫെക്റ്റിംഗ്. കഴുകുന്നു, ഡിസിൻഫെക്റ്റിംഗ് അണുനശീകരണം നടത്തുന്നു, അതിനെ വാഷ് ചെയ്യുന്നു, എക്സ്ട്രാക്ട് ചെയ്യുന്നു, അതിനെ വേർതിരിച്ചെടുക്കുന്നു. എക്സ്ട്രാക്റ്റിംഗ് വേർതിരിച്ചെടുക്കുന്നു. കണ്ടീഷനിങ് സ്റ്റിഫ് ആയിട്ടിരിക്കാൻ അതിൽ മുക്കുന്നു. അയണിങ് അയൺ ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? പ്രസ്സിംഗ് ആൻഡ് ഫോൾഡിങ്. ഈ ഒരു ഇതില്ലേ സംഖ്യയുടെ പ്രോസസ്സർ, അത് ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. അതായത് അതിന്റെ നിങ്ങൾക്ക് ആരോ വർക്ക് ഇട്ട് തരാം, ഏതെങ്കിലൊക്കെ മാറ്റി തരാൻ. ഇപ്പൊ നമുക്ക് സോർട്ടിങ്, ഡിസിൻഫെക്റ്റിംഗ്, വാഷിംഗ്, എക്സ്ട്രാക്റ്റിംഗ്. അടുത്തതില് സോർട്ടിങ്, വാഷിംഗ്, എക്സ്ട്രാക്റ്റിംഗ്, ഡിസിൻഫെക്റ്റിംഗ്. അടുത്തതിൽ വേണമെങ്കിൽ വാഷിംഗ്, സോർട്ടിങ്, അങ്ങനെയൊക്കെ വേണമെങ്കിൽ തരാം. അത് അങ്ങോട്ട് ഇങ്ങോട്ട് ഓപ്ഷൻസ് ഇങ്ങനെ മാറ്റി തരാം. അപ്പൊ അത് അങ്ങനെ ആ ഒരു ഓർഡർ, കറക്റ്റ് ഓർഡർ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. പഠിക്കാനൊന്നുമില്ല, നമ്മൾ ചെയ്ത കാര്യങ്ങളാണ്, ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, ആദ്യം അടക്കുന്നു, പിന്നെ അതിനെ നമ്മള് സ്ലൂസിങ് ആൻഡ് ഡിസിൻഫെക്റ്റിംഗ്, കഴുകുന്നു, അണുവിമുക്തമാക്കുന്നു, പിന്നെ അതിനെ വാഷ് ചെയ്യുന്നു, അതിനെ വേർതിരിക്കുന്നു, കണ്ടീഷനിങ് സ്റ്റിഫ് ആക്കാനുള്ള സാധനം വെക്കുന്നു, അതിനെ തേക്കുന്നു, പ്രസ് ചെയ്യുന്നു, മടക്കി വെക്കുന്നു, ഫോൾഡ് ചെയ്യുന്നു. ഇനി അടുത്ത് നോക്കിയേ, commonly used equipments in a typical laundry. ഒരു ലോണ്ട്രിയിൽ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന, കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് എന്തൊക്കെയാണ്? എന്തൊക്കെ എക്യുപ്മെന്റ്സ് ആണ് നമ്മൾ അവിടെ ഉപയോഗിക്കണേന്ന്? ഒന്നാമത്തെ നോക്കിയ വാഷിംഗ് മെഷീൻ. തുണി അലക്കാൻ എന്തായാലും എല്ലാവരും കൈകൊണ്ട് അലക്കാന്ന് പറഞ്ഞാൽ പറ്റൂല അല്ലെ? ഹോസ്പിറ്റലിൽ എത്രമാത്രം തുണികളാണത്. അപ്പൊ നമുക്ക് എന്തായാലും എന്ത് വേണം? വാഷിംഗ് മെഷീൻ വേണം. അലക്കാനായിട്ട് വാഷിംഗ് മെഷീൻ വേണം. പിന്നെ ഹാൻഡ് അയൺ ചെയ്യുന്ന ഹാൻഡ് അയൺ വേണം. ഡ്രയർ, ഉണക്കാൻ ഡ്രയർ. ഡിസ്ട്രിബ്യൂഷൻ, അത് ഓരോ ഏരിയയിലേക്കും വിതരണം ചെയ്യാൻ ഡിസ്ട്രിബ്യൂഷൻ ട്രോളി വേണം. പിന്നെ എയർ കംപ്രസർ വേണം. ദെൻ സ്വിങ് മെഷീൻ, സ്വിങ് വെച്ച് തയ്ക്കാനുള്ള മെഷീൻ വേണം. ഇതൊക്കെ നമ്മള് ലോണ്ട്രിയില് എന്താ പറയാ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് ആണ്. എന്താണെന്നൊന്നും ഡീറ്റെയിൽ ഒന്നും വേണ്ട, നമ്മൾ ഏതൊക്കെ എക്യുപ്മെന്റ്സ് ആണ് ഉപയോഗിക്കണേന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കാം. അതിന്റെ പേരുകൾ നോക്കാം. വാഷിംഗ് മെഷീൻ, ഹാൻഡ് അയൺ, ഡ്രയർ, ഡിസ്ട്രിബ്യൂഷൻ ട്രോളി, എയർ കംപ്രസർ, സ്വിങ് മെഷീൻ, തയ്ക്കാനുള്ള മെഷീൻ ഒക്കെ വേണം. In a soiled or contaminated laundry, handling is very vital for safety and the well-being of the patients and the staff. മലിനമായിട്ടുള്ള അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് മലിനമായിട്ടുള്ള തുണിത്തരങ്ങൾ കൈകാര്യം ചെയ്യാന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലെ? അപ്പൊ നമ്മൾ എന്തുകൂടി നോക്കണം? പേഷ്യന്റിന്റെ, സ്റ്റാഫിന്റെ സുരക്ഷയും ക്ഷേമവും ഒക്കെ നോക്കണം. അതിപ്പോ അതിൽ നിന്ന് നമുക്ക് ഇൻഫെക്ഷൻ ഒന്നും വരാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് അത്രയും പ്രാധാന്യത്തോടു കൂടി, അത്രയും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ഇങ്ങനെയുള്ള സോയിൽഡ് അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ലോണ്ട്രി കൈകാര്യം ചെയ്യുക എന്നുള്ളത്, ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത്. Then, linen that come in contact with the workers or individuals can become contaminated with the injurious microorganisms and body fluids. നമുക്കറിയാം ഈ തുണിത്തരങ്ങള് അത് കൈകാര്യം ചെയ്യുന്ന വർക്കേഴ്സ് അവര് വെച്ചാൽ പല എന്താ പറയാ അതിനകത്ത് മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാകാം, അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് പല അപകടങ്ങളും ഒക്കെ അവർക്ക് സംഭവിക്കാം. അത് നേരെ രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ, അപ്പൊ അതായത് ഡയറക്റ്റ് ഹാൻഡ് കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്താ കണ്ടാമിനേഷൻ, എന്താ പറയാ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ലോണ്ടറിയിൽ നിന്ന് മൈക്രോ ഓർഗാനിസംസ് ഒക്കെ വന്ന് അവർക്ക് ഇൻഫെക്ഷൻ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം കൈകാര്യം ചെയ്യാൻ. അപ്പൊ അവിടെ എന്തായിരിക്കണം? പേഴ്സണൽ
പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് PPE മസ്റ്റ് വോൺ, നിർബന്ധമായിട്ടും തീർച്ചയായിട്ടും ആ സ്റ്റാഫുകൾ ധരിക്കണം വെൻ ഇൻഫെക്ഷൻ ഈസ് ഹാൻഡിൽ. അപ്പൊ അങ്ങനെയുള്ള തുണിത്തരങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാനായിട്ട് അവര് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് തീർച്ചയായിട്ടും ധരിക്കണം. അത് ഒക്കെ ധരിച്ചതിന് ശേഷം മാത്രമേ അത് കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. All infected linen must be washed separately to other items. അത് വീണ്ടും പറഞ്ഞേക്കണ്ടോ, ഇൻഫെക്ഷൻ ഉള്ള തുണിത്തരങ്ങള് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം വാഷ് ചെയ്യാൻ കേട്ടോ. മറ്റുള്ള തുണിത്തരങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടരുത്. അത് എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം വാഷ് ചെയ്യാൻ. ഇവിടെ പലതരത്തിലുള്ള ലോണ്ടറി ആണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. ഏതൊക്കെയാണെന്നുള്ളത് ഇത് ഇമ്പോർട്ടന്റ് ആണ്. ആ സൈക്കിൾ പഠിക്കണം കേട്ടോ, ആ സൈക്കിളും പഠിക്കണം. പിന്നെ എക്യുപ്മെന്റ്സ് പഠിക്കണം, ഏതൊക്കെ എക്യുപ്മെന്റ്സ് ആണ് ലോണ്ടറിയിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളത് പഠിക്കണം. പിന്നെ PPE അതറിയാം, നിങ്ങൾക്ക് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ആണെന്നുള്ളത് അറിയാം. ഇനി വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലോണ്ടറി കളക്ടർ, ഏതൊക്കെയാണ് പലതരത്തിലുള്ള ലോണ്ടറി നോക്കുക. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. യൂസ്ഡ് ലിനൻ, യൂസ്ഡ് ലിനൻ എന്ന് പറഞ്ഞാൽ എന്താ? യൂസ്ഡ് ഉപയോഗിച്ച തുണിത്തരങ്ങൾ അല്ലെ, ഉപയോഗിച്ച തുണിത്തരങ്ങൾ. ദെൻ സോയിൽഡ് ലിനൻ മലിനമായിട്ടുള്ള തുണിത്തരങ്ങൾ. ദെൻ ഇൻഫെക്റ്റഡ് ലിനൻ ഇൻഫെക്ഷൻ ഉള്ള തുണിത്തരങ്ങൾ. ദെൻ തിയേറ്റർ ലിനൻ. ഇപ്പൊ 4 ടൈപ്പാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. യൂസ്ഡ് ലിനൻ ഉണ്ട്, സോയിൽഡ് ലിനൻ ഉണ്ട്, ഇൻഫെക്റ്റഡ് ലിനൻ ഉണ്ട്, തിയേറ്റർ ലിനൻ ഉണ്ട്. യൂസ്ഡ് ലിനൻ എന്ന് പറഞ്ഞാൽ എന്താ? യൂസ്ഡ് ഉപയോഗിച്ച തുണിത്തരങ്ങൾ. Okay, this type of linen has been used in patient care but is not apparently tainted. ഈ തരത്തിലുള്ള തുണിത്തരങ്ങൾ എന്ന് പറയുന്നത് പേഷ്യൻസ് ഉപയോഗിച്ചതാണ്, പക്ഷേ അത് നേരെ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ എന്താണ്? മലിനമല്ല. മനസ്സിലായോ? അത് അവർ ഉപയോഗിച്ചതാണ്. അപ്പൊ നമ്മൾ ഇട്ട ഡ്രസ്സാണ്, പക്ഷെ നേരെ നോക്കുമ്പോൾ അധികം മുഷിഞ്ഞിട്ടൊന്നുമില്ല. ഓക്കെ, യൂസ്ഡ് ലിനൻ എന്ന് പറഞ്ഞാൽ പേഷ്യൻസ് ഉപയോഗിച്ചതാണ്, പക്ഷെ നേരെ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ അതിനകത്ത് വല്ല എന്തെങ്കിലും ബോഡി ഫ്ലൂയിഡ്സോ അല്ലെങ്കിൽ ബ്ലഡോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമുക്ക് നേരെ നോക്കുമ്പോൾ കാണാനില്ല, പക്ഷെ അവർ ഉപയോഗിച്ചതാണ്. ഓക്കെ, ക്ലിയർ ആയി? രണ്ടാമത്തെ എന്താണെന്ന്? ഡാഷ് ടൈപ്പ് ഓഫ് ലിനൻ has been used in patient care but is not apparently tainted. ഏത് ടൈപ്പ് ഓഫ് ലിനനാ? യൂസ്ഡ് ലിനൻ. കിട്ടിയോ? ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ? ദിസ് ടൈപ്പ് ഓഫ് എന്നുള്ളത് ഡാഷ് ടൈപ്പ് ഓഫ് ഏത് ടൈപ്പ് ലിനൻ ആണെന്ന് ചോദിക്കാം. യൂസ്ഡ് എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ചതാണ്, പക്ഷെ നേരിട്ട് നോക്കും, നേരെ പ്രത്യക്ഷത്തില് നമ്മൾ നേരെ നോക്കുമ്പോൾ അതിൽ വലിയ അഴുക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല. ഇനി രണ്ടാമത്തെയാണ് സോയിൽഡ് ലിനൻ. സോയിൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? മലിനമായിട്ടുള്ള തുണിത്തരങ്ങള്. സോയിൽഡ് ലിനൻ. This type of linen has been contaminated or stained as they come in contact with the കണ്ടോ എന്തുണ്ടവിടെ? coming ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സോ എന്തെങ്കിലും സെക്രീഷൻസോ എക്സ്ക്രീഷൻസ് യൂറിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും എക്സ്ക്രീഷൻസോ അങ്ങനെയൊക്കെ ഉള്ള ഓർ അതർ ഐറ്റംസ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളത് അങ്ങനെ മലിനമായിട്ടുള്ള തുണിത്തരങ്ങളാണ് സോയിൽഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ബ്ലഡ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടറിയാലോ, അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സോ സെക്രീഷനോ എക്സ്ക്രീഷനോ ഒക്കെ അങ്ങനെയൊക്കെ ഉള്ള തുണിത്തരങ്ങളാണ് സോയിൽഡ് ലിനൻ. ഇനി അടുത്തത് മൂന്നാമത്തെയാണ് ഇൻഫെക്റ്റഡ് ലിനൻ. ഇൻഫെക്റ്റഡ് എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ ഉള്ള പേഷ്യൻസ് ഇല്ലേ, അവരിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള തുണിത്തരങ്ങൾ. ദിസ് ടൈപ്പ് ഓഫ് ലിനൻ ക്യാൻ ബി യൂസ്ഡ് ഓർ സോയിൽഡ്, ഉപയോഗിച്ചതാകാം അല്ലെങ്കിൽ മലിനമായിട്ടുള്ളതാകാം. ഇൻഫെക്റ്റഡ് ലിനൻ എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിച്ചത് ആവാം അല്ലെങ്കിൽ മലിനമായതാകാം. പക്ഷേ ബട്ട് ഫ്രം എ പേഷ്യന്റ് വിത്ത് നോൺ ഓർ സസ്പെക്റ്റഡ് ഇൻഫെക്ഷൻ, എന്താണ്? ആ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് സംശയിക്കപ്പെടുന്നതോ അങ്ങനെയുള്ളതുമായിട്ടുള്ള പേഷ്യൻസിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള തുണിത്തരങ്ങൾ ഉപയോഗിച്ചതോ മലിനമോ ആകാം. പക്ഷെ എങ്ങനെയുള്ളവരിൽ നിന്ന്? ഇൻഫെക്ഷൻ ഉള്ളവരിൽ നിന്ന് അല്ലെങ്കിൽ ഇൻഫെക്ഷന്റെ സാധ്യത ആകുന്ന സംശയം ഉള്ളവരിൽ നിന്നൊക്കെ കളക്ട് ചെയ്തിട്ടുള്ള തുണിത്തരങ്ങളാണ്. എന്തെങ്കിലും ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് ഇതിലും അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിലേ അങ്ങനെ ഇൻഫെക്ഷൻ ഉള്ള പേഷ്യൻസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നതാണെന്ന് വിചാരിക്കുക. അടുത്തതാണ് നാലാമത്തെ തിയേറ്റർ ലിനൻ. എവിടെ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്ന? ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നോ അല്ലെങ്കിൽ സർജിക്കൽ പ്രൊസീജിയർ അവിടെയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള തുണിത്തരങ്ങളാണ്, അവിടെ നിന്ന് ഉപയോഗിച്ചതാണ് തിയേറ്റർ ലിനൻ എന്ന് പറയുന്നത്. ഈസ് യൂസ്ഡ് ഇൻ ഓപ്പറേഷൻ തിയേറ്റേഴ്സ് ഓർ സർജിക്കൽ പ്രൊസീജിയർ. 4 ക്ലിയർ ആയി നോക്കി, പെട്ടെന്ന് വായിച്ചു നോക്കി. പിള്ളേരെ അടുത്ത ദിവസം നമുക്ക് ആ ഷെയ്ഡിന്റെ നോക്കി തരാം.
അല്ലെങ്കിൽ എന്തെങ്കിലും ഏതെങ്കിലും ചോദിക്കാട്ടോ എക്സാമിന്. പെട്ടെന്നൊന്ന് വായിച്ചു നോക്ക് ഏതെങ്കിലും. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ 4 ടൈപ്പ് അവിടെ ഉണ്ട്, ഉപയോഗിച്ചതാണ്. പക്ഷെ നേരിട്ട് നോക്കുമ്പോൾ അത്ര അഴുക്കോ അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല, അതാണ് യൂസ്ഡ്. സോൾഡ് എന്ന് പറഞ്ഞാൽ മലിനമായതാണ്, അതായത് നമ്മള് ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സോ സെക്രീഷൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളത്. ഇൻഫെക്റ്റഡ് ലിനൻ എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ചതോ ആകാം അല്ലെങ്കിൽ മലിനമായിട്ടുള്ള തുണിയാകാം. പക്ഷെ ഇൻഫെക്ഷൻ ഉള്ള പേഷ്യൻസിൽ നിന്ന് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് സംശയമുള്ള പേഷ്യൻസിൽ നിന്ന് കളക്ട് ചെയ്തേക്കുന്നത്. തിയേറ്റർ ലിനൻ എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ തിയേറ്ററിലോ അല്ലെങ്കിൽ സർജിക്കൽ പ്രൊസീജിയറോ ഉപയോഗിച്ചിട്ടുള്ള തുണിത്തരങ്ങള്. should be safe from potentially infectious material as well as for good hygienic practices. You should always use gloves. നമ്മൾ എന്ത് ഉപയോഗിക്കണം? നേരിട്ട് എടുക്കണമെന്ന് പറഞ്ഞില്ലേ, ഗ്ലൗസുകൾ ഉപയോഗിക്കണം. when handling taint or contaminated laundry, and you should remove to change to clean gloves before handling a clean laundry. എന്ത് ചെയ്യണം നമ്മള്? You should always use gloves ധരിക്കണം. when handling taint or contaminated laundry, മലിനമായിട്ടുള്ള തുണിത്തരങ്ങള് കൈകാര്യം ചെയ്യുമ്പോൾ ആ ലോണ്ടറി സ്റ്റാഫുകള് ഒരിക്കലും ഡയറക്റ്റ് ഹാൻഡ് കൊണ്ട് അത് എടുക്കരുത്. അവര് പകരം നമ്മൾ എന്ത് ചെയ്യണം? ഗ്ലൗസുകളൊക്കെ ധരിച്ചിട്ട് വേണം അത് എടുക്കാനായിട്ട്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ടല്ലോ, and should remove to change a clean gloves before handling clean laundry. നമ്മൾ അതിപ്പോ നമ്മൾ അന്നേരം ഉപയോഗിച്ച ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ലോണ്ടറി കൈകാര്യം ചെയ്യാം. അലക്കി വെച്ചേക്കുന്ന തുണികൾ ആ ഗ്ലൗസിൽ എടുത്ത് ഇടരുത്. എന്ത് ചെയ്യണം? ആ ഗ്ലൗസ് ചേഞ്ച് ചെയ്യണം. എന്നിട്ട് ക്ലീൻ ഗ്ലൗസ് ഇട്ടതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ക്ലീൻ ലോണ്ടറി കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും ആ ഗ്ലൗസിൽ നിന്ന് അതിലേക്ക് വീണ്ടും ഇൻഫെക്ഷൻ എന്തെങ്കിലുമൊക്കെ വരാം. അതുകൊണ്ട് അത് മാറ്റി നല്ല പുതിയ ഗ്ലൗസ് ഒക്കെ ഇട്ടതിന് ശേഷം മാത്രമേ ഈ ക്ലീൻ ലോണ്ടറി കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. If a person has a contagious diseases or is on contact precautions, എന്തെങ്കിലും പകരുന്ന രോഗങ്ങളൊക്കെ ഇല്ലേ, അങ്ങനെ പകർച്ചവ്യാധികൾ, പകരുന്ന രോഗങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ clothes should be washed separately. അത് നിങ്ങൾക്ക് അറിയാലോ, ഈ ചിക്കൻ ബോക്സ് അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളൊക്കെ വരുമ്പോൾ, ചിക്കൻ ബോക്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ തുണിയുടെ ഒക്കെ കൂട്ടത്തിൽ അവരുടെ ഡ്രസ്സൊക്കെ എന്താ പറയാ അലക്കൊക്കെ ചെയ്യോ അല്ലെ? അത് അവർക്കിടെ മാത്രം പ്രത്യേകമൊക്കെ അലക്കിയല്ല വെക്കുന്നത്, അവർക്ക് പ്രത്യേകം എല്ലാവർക്കുടെ കൂട്ടത്തിലൊന്നും അലക്കൊന്നുമില്ല അല്ലെ? അപ്പൊ അങ്ങനെ പകരുന്ന രോഗങ്ങളോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവരുടെ ക്ലോത്ത്സ് അങ്ങനെയുള്ളവരിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ക്ലോത്ത്സ് സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം അത് വാഷ് ചെയ്യാനായിട്ട്. The washing machine must then be disinfected after washing. ഇനി അവർക്കുടെ തുണി അലക്കി കഴിഞ്ഞിട്ടേ നമ്മൾ സാധാരണ ഡ്രസ്സ് അങ്ങനെ കൊണ്ടുവന്ന് അലക്കാൻ പാടില്ല. എന്ത് ചെയ്യണം? വാഷിംഗ് മെഷീനും ഡിസ്ഇൻഫെക്ഷൻ നടത്തണം. അവർക്കടെ ആ എന്താ പറയാ അങ്ങനെ കണ്ടാജിയസ് ഡിസീസസ് ഉള്ളവരുടെ ആ ലോണ്ടറി നമ്മള് അത് തുണിത്തരങ്ങള് നമ്മള് വാഷ് ചെയ്തതിന് ശേഷം ആ വാഷിംഗ് മെഷീനും ഡിസ്ഇൻഫെക്ഷൻ നടത്തണം. അണുനശീകരണം നടത്തിയതിന് ശേഷം മാത്രമേ പിന്നെ അതിനകത്ത് വാഷ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ, സെപ്പറേറ്റ് കളക്ഷൻ ഓഫ് ഇൻഫെക്റ്റഡ് ലിനൻ. All linen after use should be collected in each department and ward and segregated into potentially infectious and not potentially infected. അപ്പൊ നമുക്ക് എല്ലാ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വാർഡിൽ നിന്നും കളക്ട് ചെയ്തിട്ടുള്ള തുണിത്തരങ്ങളെ നമ്മള് അത് ഇൻഫെക്ഷന് ഉള്ളതും അത് ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ളതും അങ്ങനെയുള്ളതും ഒക്കെ ആയിട്ട് നമ്മൾ വേർതിരിച്ച് വെക്കുന്നതാണ്. potentially infective and not potentially infective. ഇൻഫെക്ഷൻ ഉള്ളതും ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതും ഉള്ള രീതിയിൽ സാധ്യതയുള്ളതും അല്ലാത്തതും ആയിട്ട് അതിനെ എന്ത് ചെയ്യണം? തിരിക്കണം. Place stained linen into a clean labeled. അത് എന്തിനു വേണ്ടിയാ തിരിക്കണമെങ്കിൽ
stained linen, മലിനമായിട്ടുള്ള തുണിത്തരങ്ങളെ ക്ലിയർലി ലേബിൾഡ് ആൻഡ് ലീക്ക് പ്രൂഫ് കണ്ടെയ്നർ കേട്ടോ, ക്ലിയർ ആയിട്ട് ലേബിൾ ചെയ്ത് ലീക്ക് പ്രൂഫ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വേണം ആ രോഗി പരിചരണ ഏരിയകളിൽ കൊണ്ടുപോകാനായിട്ട്. ബാഗിലോ ബക്കറ്റിലോ അങ്ങനെ അത് എന്താ പറയാ, വേറെ ആർക്കും അതിന് ഇൻഫെക്ഷനോ ഒന്നും വരാത്ത രീതിയിൽ അത്രയും ലീക്ക് പ്രൂഫ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വേണം കൊണ്ടുപോകാൻ. Start to collect, handle, dispose or transport soiled linen are at a high risk. ശരിയല്ലേ? ഇത് കളക്ട് ചെയ്യുന്ന സ്റ്റാഫുകള്, ഭക്ഷണമൊക്കെ ഉള്ളവരുടെ തുണികളൊക്കെ കളക്ട് ചെയ്യുന്ന ആ സ്റ്റാഫുകള്, അത് കൈകാര്യം ചെയ്യുന്നവര്, ഹാൻഡിൽ ചെയ്യുന്നവര്, ഡിസ്പോസ് ചെയ്യുന്നവര്, അത് കൈകാര്യം ചെയ്യുന്നവര്, നശിപ്പിക്കുന്ന അല്ലെങ്കിൽ കൊണ്ടുപോകുന്നവര്, ഡിസ്പോസ് ഓഫ് ട്രാൻസ്പോർട്ട് സോയിൽഡ് ലിനൻ ആർ അറ്റ് ഹൈ റിസ്ക്. അവരും ഉയർന്ന അപകട സാധ്യതയുള്ളവരാണ്. എന്തെങ്കിലും ഇതായി കഴിഞ്ഞാൽ അവർക്ക് ഇൻഫെക്ഷൻ വരാലോ. അപ്പൊ അതുകൊണ്ട് അവര് ഉയർന്ന അപകട സാധ്യതയിലാണ്. അപ്പൊ അതുകൊണ്ട് പ്രോപ്പർ ആയിട്ടുള്ള ആ ഹൈജീനിക് കാര്യങ്ങള്, സേഫ്റ്റി ഉറപ്പുവരുത്തിക്കൊണ്ട് വേണം അവരത് കൈകാര്യം ചെയ്യാനും ആയിട്ട്. ഇനി നോക്കിയേ, സാനിറ്റൈസിങ് വാഷിംഗ് മെഷീൻ. ഇൻ ഓർഡർ ടു പ്രിവെന്റ് ക്രോസ് കണ്ടാമിനേഷൻ എവരി വാഷർ ബി സാനിറ്റൈസ്ഡ് അറ്റ്ലീസ്റ്റ് വൺസ് എ ഡേ. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ. In order to prevent cross contamination prevent ചെയ്യുന്നതിന്, തടയുന്നതിന് വേണ്ടിയിട്ട്, ക്രോസ് കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് മൈക്രോ ഓർഗാനിസംസ് ഫ്രം വൺ ടു അനദർ, അല്ലെ, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് മൈക്രോ ഓർഗാനിസം ട്രാൻസ്ഫർ ചെയ്യുന്നത്, അതാണ് ക്രോസ് കണ്ടാമിനേഷൻ. അതിനെ പ്രിവെന്റ് ചെയ്യുന്നതിന് എല്ലാ വാഷറും സാനിറ്റൈസ് ചെയ്യണം. എപ്പോഴാണ് പറഞ്ഞേക്കണേ? അറ്റ്ലീസ്റ്റ് വൺസ് എ ഡേ. വൺസ് എ ഡേ, ദിവസത്തിന് ഒരു പ്രാവശ്യമെങ്കിലും കുറഞ്ഞത് എന്ത് ചെയ്യണം? വാഷർ അത് സാനിറ്റൈസ് ചെയ്യണം. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ടത് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഇനി ഇതൊക്കെ വാഷ് ചെയ്തത് നമ്മൾ പറഞ്ഞല്ലോ, അതൊക്കെ നമ്മൾ പ്രോപ്പർ ആയിട്ട് കണ്ടീഷൻ ചെയ്ത് അയൺ ചെയ്തൊക്കെ നമ്മൾ ആ ക്ലീൻ റാക്കില്, ഡ്രൈ പ്ലേസിൽ സൂക്ഷിക്കുന്നു പറഞ്ഞില്ലേ, ലോണ്ടറിയിൽ തന്നെ. ഇനി അതെങ്ങനെയാണ് അത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്, അത് വിതരണം ചെയ്യുന്നത് എങ്ങനെയാണ്? ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, തുണികളുടെ വിതരണ സംവിധാനം. ഏതൊക്കെ രീതിയിലാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? ഒന്നാമത്തെയാണ് സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഒന്നാമത്തെ ഏതാണ്? സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. സെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സെൻട്രൽ പോയിന്റ് ഉണ്ട്. സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് വെച്ചാൽ കേന്ദ്രീകൃതമായിട്ടുള്ള ലിനൻ തുണികളുടെ വിതരണ സംവിധാനം. അതായത് ഒരു സെൻട്രൽ റൂമാണ്, ഒരു സെൻട്രൽ റൂമിന്റെ കീഴിൽ അതിന്റെ കൺട്രോളിലായിരിക്കും തുണിത്തരങ്ങള് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, ഇഷ്യൂയിങ് ഓഫ് linen and linen circulation is usually controlled by the central room. Underline ചെയ്തിട്ടെ. ഇവിടെ എങ്ങനെ ചോദിക്കാന്ന് പറയട്ടെ. In which of the following distribution system issuing of linen and linen circulation is usually controlled by a central room? അപ്പൊ ഏരിയ തന്നെ അറിയാലോ, സെൻട്രൽ റൂമിന്റെ കൺട്രോളിലായിരിക്കും ലിനൻ വിതരണങ്ങള്. അതായത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിനാണ് സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. This facilitate a better control over the staff. ഇത് എന്തിനുള്ള സൗകര്യം ഒരുക്കുന്നു? ആ സ്റ്റാഫിന്റെ മികച്ച നിയന്ത്രണത്തിന്. അതായത് ഒറ്റ റൂമിലുള്ളൂ, ഒരു സെൻട്രൽ റൂമിന്റെ കൺട്രോളിലാണ് എല്ലായിടത്തേക്കുള്ള ലിനൻ വിതരണം ചെയ്യുന്നത്. മനസ്സിലായോ? അതായത് ഇഷ്യൂ ചെയ്യുന്നതും പ്രോസസ് ചെയ്യുന്നതും ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നതും ഒക്കെ ഒരു സെൻട്രൽ റൂമിലായിരിക്കും, സെൻട്രൽ റൂമിന്റെ കൺട്രോളിലായിരിക്കും. അപ്പൊ സ്റ്റാഫിന്റെ മേല് അപ്പൊ ഒരു നല്ലൊരു കൺട്രോൾ, ഒരു മികച്ച നിയന്ത്രണം ഇത് നൽകുന്നു. സ്റ്റാഫിന്റെ കൺട്രോളിലായിരിക്കും, അവിടെ ഇവിടെ ഒന്നുമില്ല, ഒരു സെൻട്രൽ റൂമാണ്. ഇനി രണ്ടാമത്തെയാണ് ഡീസെൻട്രലൈസ്ഡ് ലിനൻ സർവീസസ് അണ്ടർ ദി സിസ്റ്റം. ഈ സിസ്റ്റത്തിൽ ഇങ്ങനെ ഡീസെൻട്രലൈസ്ഡ്. അപ്പൊ ആദ്യത്തെ സെൻട്രലൈസ്ഡ് എന്ന കേന്ദ്രീകൃതമായിട്ടുള്ളത്, ഇത് വികേന്ദ്രീകൃതമായിട്ടുള്ള ഡീസെൻട്രലൈസ്ഡ് ആണ്. അതിനകത്ത് എങ്ങനെയാന്നൊക്കെ? അണ്ടർ ദി സിസ്റ്റം ദി ഡിഫറെന്റ് യൂണിറ്റ്സ് such as ward operation theater are allotted which needed parts of linen circles. പല യൂണിറ്റ് ഉണ്ടായിരിക്കും അവിടെ, പല യൂണിറ്റ്. അല്ല ഒറ്റ സെൻട്രൽ റൂമിലല്ല. ഇവിടെ എന്തുണ്ട്? ഈ ഡീസെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷനിൽ പല യൂണിറ്റ്സ് ഉണ്ടായിരിക്കും. കണ്ടോ?
അതെ, ഓപ്പറേഷൻ തിയേറ്റർ, വാർഡ്, ഇങ്ങനെ പല യൂണിറ്റ്. ഇവിടെ ഒരു ക്വാട്ട ഉണ്ടായിരിക്കും. അതായത് ഏതൊക്കെ യൂണിറ്റിലേക്ക് എത്ര എണ്ണം വേണം എന്നതിന് ഒരു ക്വാട്ട ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. വാർഡിലേക്ക് ഇത്ര, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇത്ര എണ്ണം വാർഡിലേക്ക് എന്നൊക്കെ ഉള്ളത്. നീഡ് ഓഫ് ക്വാട്ട അനുസരിച്ച് അവിടേക്ക് എത്ര എണ്ണമാണോ വേണ്ടത് അതനുസരിച്ച് ഡിഫറെന്റ് യൂണിറ്റിലേക്ക് കൊടുക്കും. പല യൂണിറ്റിലാണ് കൊടുക്കുന്നത്, ഒറ്റ റൂമിലല്ലാതെ പല യൂണിറ്റിലാണ് നോക്കുക. എന്നിട്ട് അവിടെ ഓരോരുത്തരും കൊടുക്കാനുള്ള ഒരു ക്വാട്ട ഉണ്ടാവും. അതനുസരിച്ച് വാർഡിലേക്ക് ഇത്ര എണ്ണം, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഇത്ര എണ്ണം എന്നതൊക്കെ അവിടെ നിന്നാണ് കൊടുക്കുന്നത്. പല യൂണിറ്റിലാണ് കൊടുക്കുന്നത്. മനസ്സിലായോ? ഇത് നോക്കാം, ഡിഫറെന്റ് യൂണിറ്റ്സ് ആണ് പല യൂണിറ്റിലാണ് കൊടുക്കുന്നത്. such as ward, operation theater and then are allotted. അതാണ് അലോട്ട് ചെയ്തേക്കുന്നത്. needed quantas of linen articles. പല യൂണിറ്റ് ആണ് വിതരണം ചെയ്യണേന്ന് ഓർക്കാം. അടുത്തതാണ് മിക്സ്ഡ് ലിനൻ സർവീസ്. മിക്സ്ഡ് എന്ന് പറഞ്ഞപ്പോ എന്താ, രണ്ടിന്റെയും കൂടി മിക്സ്ഡ് ആണ് അല്ലെ. അപ്പൊ നോക്കിയേ, ലിനൻ സപ്ലൈ ടു സർട്ടൻ സ്പെഷ്യൽ ഏരിയ ആർ ഡൺ ഇൻ ദ ബേസിസ് ഓഫ് ഡീസെൻട്രലൈസേഷൻ. ചില ഏരിയയിൽ ഡീസെൻട്രലൈസേഷൻ രീതിയായിരിക്കും, ബട്ട് ദ റെസ്റ്റ് ഓഫ് ദ ഏരിയ, ബാക്കി ഏരിയയിൽ അവർ ഫോളോ ചെയ്ത് സെൻട്രലൈസ്ഡ് ലിനൻ സപ്ലൈ ആയിരിക്കും. ഇപ്പൊ രണ്ടിന്റെയും കൂടി മിക്സ്ഡ് ആണ്. കുറച്ച് ഏരിയയില് സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും, കുറച്ച് ഏരിയയില് ഡീസെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആയിരിക്കും. The linen used in our hospital services make a huge effect of the quality of care provided. അല്ലെ, നല്ലൊരു ഗുണനിലവാരമുള്ള ഒരു ഇത് പ്രൊവൈഡ് ചെയ്യുന്നില്ലേ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ആ നമ്മുടെ ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് എന്ന് പറയുന്നത് ആ ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റിക്ക് നല്ലൊരു ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Every hospital need to have a 6 set of linen for each bed. അണ്ടർലൈൻ ചെയ്ത് വെച്ചത് ആ 3 ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം പഠിക്കണം. ഡീസെൻട്രലൈസ്ഡ്, സെൻട്രലൈസ്ഡ്, മിക്സ്ഡ് ലിനൻ. അത് 3 നോക്കാം. സെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു സെൻട്രൽ റൂമിന്റെ കീഴിലാണ്, സ്റ്റാഫിന്റെ കൺട്രോളിലായിരിക്കും. ഡീസെൻട്രലൈസ്ഡ് എന്ന് പല യൂണിറ്റിലാണ് വിതരണം ചെയ്യുന്നത്. വാർഡിലേക്ക്, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക്, അങ്ങനെ പല യൂണിറ്റ് ആണ് വിതരണം ചെയ്യുന്നത്. ഓരോരുത്തർക്കും ഫിക്സ്ഡ് ക്വാട്ട ഉണ്ടാവും. അതിനനുസരിച്ച് പല യൂണിറ്റിൽ നിന്നാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. മിക്സ്ഡ് ആകുമ്പോൾ കുറച്ച് ഏരിയയിൽ സെൻട്രലൈസ്ഡും കുറച്ച് ഏരിയയിൽ ഡീസെൻട്രലൈസ്ഡും ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇനി ലാസ്റ്റ് സെന്റൻസ് അതിനകത്തൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം. എവരി ഹോസ്പിറ്റൽ, ഓരോ ഹോസ്പിറ്റലിലും എന്ത് വേണം? Every hospital needs to have a 6 set of linen. എത്ര സെറ്റ് ലിനൻ വേണമെന്നാ പറഞ്ഞേക്കുന്നേ? എത്ര സെറ്റ് ലിനൻ വേണം? 6 സെറ്റ് ലിനൻ വേണം ഓരോ ബെഡിലേക്കും. 6 set of linen for each bed. ആ 6 set of linen എങ്ങനെയാന്ന് നോക്കിയേ. 6 set of linen rotation for one inpatient bed at a time. ഉണ്ടോ? ഒരു ഇൻപേഷ്യന്റിന് അറ്റ് എ ടൈമില് 6 സെറ്റ് ലിനൻ റൊട്ടേഷൻ നടത്തണം. 1 സെറ്റ് എന്ന് പറഞ്ഞ എത്രയാണ്? ഒരു സെറ്റ് എന്ന് പറഞ്ഞ എന്താ? ഒരു സെറ്റ് എന്ന് പറഞ്ഞ എത്രയാണ് നോക്കി. 1 ഷീറ്റും 1 പില്ലോ കവറും, അതാണ് ഒരു സെറ്റ്. ഒരു ഷീറ്റും ഒരു പില്ലോ കവറും അടങ്ങുന്നതാണ് 1 സെറ്റ്. അതും അണ്ടർലൈൻ ചെയ്തിട്ടോ. എക്സാമിന് ചോദിക്കാം 2 ഷീറ്റ് പ്ലസ് 2 പില്ലോ കവർ, 2 ഷീറ്റ് പ്ലസ് 1 പില്ലോ കവർ. അങ്ങനെ മാറി ചോദിക്കാം. 2 ഷീറ്റ് പ്ലസ് 1 പില്ലോ കവർ, അല്ലെങ്കിൽ 2 പില്ലോ കവർ പ്ലസ് 1 ഷീറ്റ്, അങ്ങനെയൊക്കെ മാറി ചോദിക്കാം. 1 സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഷീറ്റും ഒരു പില്ലോ കവറും ഉൾപ്പെടുന്നതാണ് 1 സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഓരോ ഇൻപേഷ്യന്റ് ബെഡിലേക്കും എത്ര സെറ്റ് വേണമെന്നാ പറഞ്ഞേക്കുന്നത്? 6 സെറ്റ്. അത് രണ്ടും അണ്ടർലൈൻ ചെയ്തിട്ടോ നിങ്ങൾ. ഇനി അവിടെ റൊട്ടേഷൻ നോക്കി എങ്ങനെയാ നോക്കി. ആ 6 സെറ്റിന്റെ കാര്യം പറഞ്ഞില്ലേ നമ്മള്? ഒരു ഇക്വേഷനിന് എത്ര സെറ്റ് വേണം? 2 സെറ്റ് വേണം. നിങ്ങളുടെ വീട്ടിലൊക്കെ ബെഡ്ഷീറ്റും പില്ലോയൊക്കെ ഒരു സെറ്റ് ഉള്ളോ? ആണോ? നമ്മൾ ഒരെണ്ണം അലക്കാൻ എടുക്കുമ്പോ ഒരെണ്ണം ബെഡിൽ വിരിക്കൂലേ? അല്ലാതെ ആ ബെഡിൽ നിന്ന് എടുത്തത് അത് അലക്കി ഉണങ്ങിയിട്ടാണോ പിന്നെ വിരിക്കണതല്ലല്ലോ. എക്സ്ട്രാ എന്തായാലും ഉണ്ടാവും അല്ലെ? പണ്ടൊക്കെ എങ്ങനെയാന്ന് അറിയില്ല, ഇപ്പൊ എന്തായാലും ഉണ്ടാവും. പണ്ടുള്ളവരൊക്കെ ഇപ്പൊ ആർക്കും ഒന്നിനൊരു സൗകര്യങ്ങൾക്കൊന്നും ഒരു കുറവില്ലല്ലോ അല്ലെ? എല്ലാരും ഇഷ്ടം പോലെ ഇല്ലേ? പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അച്ഛനും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആകെ ഒരു ജോഡിയൊക്കെ ചിലപ്പോ ഉണ്ടാവുള്ളൂ. യൂണിഫോമും ഇതൊക്കെ അത് തന്നെ ഒരാഴ്ച ഇട്ടുകൊണ്ടൊക്കെ ചിലപ്പോ കൊണ്ടുവരും. അത് പിന്നെ അത് അലക്കി ഉണങ്ങിയിട്ട് വേണം. ഞായറാഴ്ച അവധി കിട്ടുമ്പോഴാണ് അലക്കി ഉണങ്ങിയിട്ട് വേണം എന്നൊക്കെ. നമുക്ക് ഇന്നൊന്നും അങ്ങനെയൊന്നും ഇല്ലല്ലോ അല്ലെ? നമുക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊന്നും ഇല്ല. അവർക്കൊക്കെ അങ്ങനെയായിരുന്നു. ചിലപ്പോ 2 എണ്ണം ഉണ്ടാവുള്ളൂ, ഉള്ളി ചിലപ്പോ 2 എണ്ണം മാത്രം.
അങ്ങനെയൊക്കെ ആയിരിക്കും. അത് മാറ്റിയിട്ട് വേണമായിരിക്കും അങ്ങനെയൊക്കെ. ഇപ്പൊ അങ്ങനെയുള്ള ഇതൊന്നും ഇല്ല. അപ്പൊ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട് അല്ലെ. എത്ര സെറ്റ് ഉണ്ടെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങൾക്ക് എത്ര സെറ്റ് ചുരിദാറുണ്ട്? അർജുനോട് പേഴ്സണൽ ആയിട്ട് എത്ര സെറ്റ് ഷർട്ട് ഉണ്ട് അർജുന് എത്ര ഷർട്ട് ഉണ്ട്? കൗണ്ടബിൾ ആണോ? പെട്ടെന്ന് എങ്ങനെ പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് എത്ര ചുരിദാർ ഉണ്ടെന്ന് ഇപ്പൊ പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ നോക്കട്ടെ. ആർക്കും പറയാൻ പറ്റില്ല അല്ലെ. എത്ര എണ്ണം ഉണ്ടെന്ന് ഇല്ല, ആർക്കും പറയാൻ പറ്റില്ല. നമുക്ക് എത്ര എണ്ണം ഉണ്ടെന്ന് തന്നെ നമുക്കറിയാൻ പാടില്ല. അതുപോലെ തന്നെ ഒരു അലമാരി ചിലപ്പോ അത് ഫില്ല് ചെയ്ത് രണ്ടാമത്തെ അലമാരി ഒക്കെ നിറച്ചും ഡ്രസ്സുകളായിരിക്കും. അർജുനും പറയാൻ പറ്റുള്ളല്ലോ അല്ല. അർജുൻ എത്ര ഷർട്ട് ഉണ്ടെന്ന്? പണ്ടൊക്കെയാണെങ്കിൽ കൃത്യമായിട്ട് അവര് പറയും എനിക്ക് 2 എണ്ണം ഉള്ളൂ എന്ന് പറയും, അല്ലെങ്കിൽ 3 എണ്ണം ഉള്ളൂ, അവർക്ക് അറിയാം. പക്ഷെ ഇപ്പൊ അങ്ങനെ പറയാൻ പറ്റൂല. അൺകൗണ്ടബിൾ ആണ്. ഇഷ്ടംപോലെ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കിട്ടുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിലെ കാര്യം നമ്മൾ പറഞ്ഞത്, ഹോസ്പിറ്റലിൽ എത്ര സെറ്റ് വേണം എന്നാ പറഞ്ഞേക്കുന്നത്? ഒരു ഇൻപേഷ്യന്റ് ബെഡിന് അറ്റ് എ ടൈമില് 6 സെറ്റ് വേണം. അത് 6 സെറ്റ് എന്ന് പറയുന്നത് 2 സെറ്റ് എന്തിനു വേണ്ടി? ഫോർ വാഷ്. അറിയില്ല എത്ര ഷർട്ട് ഉണ്ടെന്ന് അർജുൻ പറഞ്ഞു കേട്ടോ. കുറെ ഉണ്ടെന്ന്, അറിയില്ല എത്ര എണ്ണം ഉണ്ടെന്ന്. ഓക്കെ ഞാൻ പറഞ്ഞു. ഇപ്പൊ നമുക്ക് എല്ലാത്തിനും ഭയങ്കര സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇവർക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ഇവിടെ കൃത്യമായിട്ട് ഒരു കണക്കുണ്ട്. ആ കണക്ക് നമ്മൾ പഠിച്ചു വെച്ചേക്കണം. ഒരു ഇൻവേഷൻ ബെഡിന് 6 സെറ്റ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അത് 2 സെറ്റ് ഫോർ വാഷ്, 2 സെറ്റ് ഫോർ വാഷ്. അതെങ്ങനെയാ? 1 ബെഡ്ഷീറ്റ് ഓൺ ദ വേ ഓഫ് ദ ലോണ്ടറി. ഒരു ബെഡ്ഷീറ്റ് അത് ലോണ്ടറിയിലേക്കുള്ള വഴിയിലായിരിക്കുന്നു. വേ ഓഫ് ദ ലോണ്ടറി അലക്കാൻ കൊണ്ടുപോകായിരിക്കുന്നു. വൈ 1 ഷീറ്റ് ഓൾറെഡി ഇൻ ലോണ്ടറി വാഷിംഗ് സൈക്കിൾ. ഒരെണ്ണം വാഷിംഗ് സൈക്കിളിൽ കിടക്കണ്ടോ? ലോണ്ടറിയില് ഒരെണ്ണം വാഷ് ചെയ്യാനായിട്ട് വാഷിംഗ് സൈക്കിളിൽ ഉണ്ടാവും, ഒരെണ്ണം ലോണ്ടറിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി. അങ്ങനെ 2 സെറ്റ്. ഇനി നോക്കിയേ, 2 സെറ്റ് ഇൻ യൂസ്. 2 സെറ്റ് ഉപയോഗിക്കാൻ 2 സെറ്റ് നോക്കിയേ. 1 ബെഡ്ഷീറ്റ് ഷുഡ് ഓൾറെഡി ബി ഓൺ ദ ബെഡ്. ഒരെണ്ണം ഓൾറെഡി ബെഡിൽ ഇട്ടേണാവും ഒരു ഷീറ്റ്. 1 ഷുഡ് ബി ഓൾറെഡി ടു ബി യൂസ്ഡ്. കണ്ടോ? 1 ഷുഡ് ബി റെഡി ടു ബി യൂസ്ഡ്. സോറി, റെഡിയാണ്, റെഡി ടു ബി യൂസ്ഡ്. ഉപയോഗിക്കാൻ തയ്യാറായിട്ട് അറിഞ്ഞിരിക്കണം. ഒരെണ്ണം ബെഡിൽ വിരിച്ചിട്ടുണ്ടാവണം. അപ്പൊ 2 സെറ്റ് ആയോ? ഒരെണ്ണം ബെഡില് നോർമൽ വിരിക്കുന്നതും അതുകൂടാതെ ഉപയോഗിക്കാനായിട്ട് റെഡിയാക്കി ഒരെണ്ണം വെച്ചിട്ടുണ്ട്, അതും ഉണ്ടാവും. പിന്നെ നോക്കിയേ, വീണ്ടും പറഞ്ഞേക്കാണ് 2 സെറ്റ് ഇൻ സ്റ്റോക്ക്. 2 സെറ്റ് സ്റ്റോക്ക് ഉണ്ടാവും. അപ്പൊ അങ്ങനെ 6 സെറ്റ് ആണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. 2 സെറ്റ് ഫോർ വാഷ്, 2 സെറ്റ് ഇൻ യൂസ്, 2 സെറ്റ് ഇൻ സ്റ്റോക്ക്. ക്ലിയർ അല്ലേ? 2 സെറ്റ് വാഷ്, 2 സെറ്റ് എവിടെയാ ഉപയോഗിക്കാൻ തയ്യാറായത്, 2 സെറ്റ് സ്റ്റോക്ക് വേണം. അപ്പൊ അങ്ങനെ ഒരു ഇൻപേഷ്യന്റിന് അറ്റ് എ ടൈമില് എത്ര വേണം? 6 സെറ്റ് ലിനൻ വേണം. 6 സെറ്റ്സ് ഓഫ് ലിനൻ. 6 സെറ്റുകൾ, 6 സെറ്റ്സ് ഓഫ് ലിനൻ. ഇനി അടുത്തത് നോക്കിയേ, ചലഞ്ചസ് ആണ്. അപ്പൊ നമ്മൾ ഓരോന്നും പഠിച്ചപ്പോ അവിടെ ഒരു ചലഞ്ചസ് എന്ന് പറഞ്ഞ ഒരു ചെറിയ കുഞ്ഞു സെക്ഷൻ പഠിച്ചു. ഈ ഒരു ഡിപ്പാർട്ട്മെന്റും ഈ ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റും കുറെ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കിയേ. ലോണ്ടറി ആൻഡ് ലിനൻ കൈകാര്യം ചെയ്യുന്ന കുറെ വെല്ലുവിളികൾ, ചലഞ്ചസ് എന്താ? The laundry department faces some major challenges. They are ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ഫേസ് ചെയ്യുന്ന പല ചലഞ്ചുകളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ നോക്കിയേ, ലോസ് ഓഫ് ലിനൻ ഓർ തെഫ്റ്റ്. ലോസ് ഓഫ് ലിനൻ, തുണികള് നഷ്ടപ്പെടാം. ഓർ തെഫ്റ്റ്, മോഷണം പോകാം. ആരെങ്കിലൊക്കെ ഇപ്പൊ വാഷ് ചെയ്യാൻ എടുക്കുമ്പോഴോ അങ്ങനെയൊക്കെ ആണെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകളായിക്കോട്ടെ, ചിലപ്പോ എന്താ പറയാ, മോഷണം പോകാം, അല്ലെങ്കിൽ നഷ്ടപ്പെടാം, നഷ്ടം സംഭവിക്കാം. ലോസ് ഓഫ് ലിനൻ ഓർ തെഫ്റ്റ് ഒന്നാമത്തെ ചലഞ്ച്. മണി മോഷണം പോകാം. തെഫ്റ്റ് എന്ന് പറഞ്ഞാൽ മോഷണം പോകാം. അടുത്ത് നോക്കിയേ, അടുത്ത ഒരു ഡിപ്പാർട്ട്മെന്റ് ഫേസ് ചെയ്യുന്ന മറ്റൊരു വെല്ലുവിളി എന്താ? ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ, HAI ഇല്ലേ, ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ വരാം. അടുത്ത് നോക്കിയേ, ലാക്ക് ഓഫ് വെൽ ഡിഫൈൻഡ് ലോണ്ടറി ഹൈജീനിക് പ്രോസസ്. നമ്മുടെ ഒരു നല്ലൊരു ഹൈജീനിക് ലോണ്ടറി ഹൈജീനിക് പ്രോസസ്സ്, ലോണ്ടറി ഹൈജീനിക് പ്രോസസ്സിന്റെ കുറവ്. നല്ലൊരു പ്രോസസ്സിങ്, ആ സർക്കുലേഷനും ആ കറക്റ്റ് നല്ലൊരു ഹൈജീനിക് ആയിട്ടുള്ള ഒരു ലിനൻ പ്രോസസ്സ്, അതിന്റെ കുറവ് സംഭവിക്കാം. അടുത്ത ഹൈ കോസ്റ്റ്, ഉയർന്ന ചിലവ്. ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഫേസ് ചെയ്യുന്ന മറ്റൊരു ചലഞ്ചാണ് ഇത്, ഹൈ കോസ്റ്റ്, ഉയർന്ന വില. ബ്രേക്ക് ഡൗൺ ഓഫ് ലോണ്ടറി മെഷീൻസ്. അടുത്ത ഏതാ? ഈ ലോണ്ടറി മെഷീൻസിന് ബ്രേക്ക് ഡൗൺ, പൊട്ടിപ്പോക്കൊക്കെ ചെയ്യാം അല്ലെ, തകരാറ് പറ്റാം.
ഇത്രയാണ് ചലഞ്ചസ്. ഇതും നോക്കി വെക്കുക കേട്ടോ. ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ഫേസ് ചെയ്യുന്ന ചില മേജർ ചലഞ്ചസ് എന്തൊക്കെയാണ്, മേജർ ചലഞ്ചസ് അല്ലെങ്കിൽ വെല്ലുവിളികൾ എന്തൊക്കെയാണ്. ലോസ്, നഷ്ടം സംഭവിക്കാം, അല്ലെങ്കിൽ മോഷണം പോകാം, ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ, പിന്നെ അടുത്തത് നല്ലൊരു ഹൈജീനിക് ആയിട്ടുള്ള ലോണ്ടറി ഹൈജീൻ പ്രോസസ്സിന്റെ കുറവ്, പിന്നെ അടുത്ത് ഹൈ കോസ്റ്റ്, ഉയർന്ന വില, പിന്നെ മെഷീൻസിന് ബ്രേക്ക് ഡൗൺ പറ്റാം. ഓക്കെ, ലാസ്റ്റ് ഒരു പാരഗ്രാഫ് കൂടെ ഉള്ളൂ നോക്കിയേ. ഹോസ്പിറ്റൽ ലോണ്ടറി സർവീസസ് ആർ ദസ് റെസ്പോൺസിബിൾ ഫോർ പ്രൊവൈഡിങ് സേഫ്, clean, ample and timely application of linen to user units of the hospital at the right time, ശരിയായ സമയത്ത്, റൈറ്റ് ക്വാളിറ്റിയില്, റൈറ്റ് പ്ലേസില്. അതാണ് ഏത് ഹോസ്പിറ്റൽ ലോണ്ടറി സർവീസസ്. അപ്പൊ ഇവിടെ ചോദിക്കാം, വിച്ച് ഡിപ്പാർട്ട്മെന്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ പ്രൊവൈഡിങ് സേഫ്, ക്ലീൻ, ആംബിൾ ആൻഡ് ടൈംലി ആപ്ലിക്കേഷൻ ഓഫ് ലിനൻ. ഇന്ന് കാണുമ്പോ തന്നെ അറിയാലോ, ഓപ്ഷൻസ് നോക്കണ്ട, ഇതാണ് ലോണ്ടറി ആൻഡ് ലിനൻ ഡിപ്പാർട്ട്മെന്റ്. അതെങ്ങനെ എത്തിക്കണം? അവർക്ക് തോന്നിയ സമയത്ത് എത്തിച്ചാൽ മതിയോ? എങ്ങനെ വേണം? അത് റൈറ്റ് ടൈം, ശരിയായ സമയത്ത്, ശരിയായ ക്വാളിറ്റിയില്, ക്വാളിറ്റി നല്ല ഗുണമേന്മയില്, നല്ല കറക്റ്റ് പ്ലേസിൽ, ശരിയായ പ്ലേസിലും എന്ത് ചെയ്യണം? യൂസർ യൂണിറ്റിലേക്ക് എത്തിക്കണം. അത് ഭാഷയിൽ എടുത്താൽ പോരല്ലോ, കൃത്യമായിട്ട് അതാത് യൂണിറ്റിലേക്ക് അത് വിതരണം ചെയ്യുകയും ചെയ്യണം. അപ്പൊ അങ്ങനെ അതിനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? ഹോസ്പിറ്റൽ ലോണ്ടറി സർവീസിനാണ്. Every healthcare department has the aim of making sure their patients are comfortable and ultimately that they are safe and healthy. ഓരോ ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റിനും അവരുടെ പേഷ്യൻസ് അത്യന്തികമായിട്ട് അവർ സുരക്ഷിതവും ആരോഗ്യകരമാണെന്ന് എന്താണ് ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. എല്ലാ ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റിന്റെ എയിം എന്താ? Making sure their patients are comfortable and ultimately they are safe and healthy. അത് തന്നെയാണ് എല്ലാ ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റിന്റെ എന്ന് പറഞ്ഞ എല്ലാ പേഷ്യൻസും എല്ലാം കംഫർട്ടബിൾ ആയി സുഖപ്രദമായിട്ട് അവര് സേഫ് ആയിട്ട് അല്ലെ ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കണം, പേഷ്യൻസ് ഇരിക്കണം എന്ന് ഉറപ്പുവരുത്തുക. അതാണ് എല്ലാ ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റിന്റെയും എയിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ചാപ്റ്റർ തീർന്നു. ഓക്കെ, എന്തായാലും ഒന്നും മിണ്ടാത്തെ? ഇനി ഏതെങ്കിലും ചാപ്റ്റർ അവിടെ നിങ്ങൾക്ക് പെൻഡിങ് ഉണ്ടോ? ഏതെങ്കിലും ചാപ്റ്റർ ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്ന ചാപ്റ്റർ അല്ലേ ഇനിയിപ്പോ ആരുടെ തീരാത്തുള്ളത്? ഇനി നിങ്ങൾക്ക് വരുന്നത് മൊഡ്യൂൾ എക്സാം ആയിരിക്കും. 3rd 4th മൊഡ്യൂളില്ലേ അതിന്റെ എക്സാം. അത് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് മെയിൻ എക്സാം വരും. അപ്പൊ ഓരോ പേപ്പർ ആയിരിക്കും, പേപ്പർ 1, പേപ്പർ 2, പേപ്പർ 3, പേപ്പർ ഓരോ മൊഡ്യൂളും തിരിച്ചിട്ടുള്ള എക്സാം ആയിരിക്കും. അതിന്റെ ടൈം ടേബിൾ ഒക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? വന്നോ? മൊഡ്യൂൾ എക്സാമിന്റെ ഒക്കെ വന്നോ? വന്നിട്ടുണ്ട് അല്ലെ? ഓക്കെ, കിട്ടി. അപ്പൊ ഇനിയിപ്പോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സില്, അതായത് ബുധനാഴ്ച, ഇന്നിപ്പോ മൺഡേ അല്ലേ, ബുധനാഴ്ച നമ്മുടെ ക്ലാസ്സിൽ ഗൈഡ് ഉള്ളവര് ഗൈഡ് എടുത്തു. അപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്ന ഗൈഡും കൊണ്ടുവരാം. അതിനകത്ത് കുഞ്ഞു കുഞ്ഞു കറക്ഷൻസ് ഉണ്ട്. പിന്നെ അത് കൂടാതെ നമുക്ക് അപ്പൊ ഗൈഡില് ആ കറക്ഷൻസ് ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്തും പഠിക്കാം. പിന്നെ നിങ്ങൾക്ക് അറിയാലോ മെയിൻ എക്സാമിന് ആ ഗൈഡ് ഫോക്കസ് ചെയ്ത് പഠിക്കാം. പിന്നെ നമുക്ക് 3rd 4th മൊഡ്യൂളുണ്ട്. പിന്നെ നമുക്ക് അടുത്ത ആഴ്ച വരെയില്ല നിങ്ങൾക്ക് പോർഷൻസ് ഇത് പറഞ്ഞേക്കുന്ന ക്ലാസ്. അത് നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ടോ എത്രാം തീയതി വരിക എന്നുള്ളതൊക്കെ? അപ്പൊ അത് പിന്നെ നമുക്ക് 2 ക്ലാസ് കിട്ടുമല്ലോ. നെക്സ്റ്റ് മൺഡേയും വെനസ്ഡേയും കിട്ടുമ്പോൾ നമുക്ക് ആ ചാപ്റ്ററുകൾ ഒന്ന് റിവൈസ് ചെയ്യാം. 13. ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും 2 ക്ലാസ് ഇനിയിപ്പോ അടുത്ത ബുധനാഴ്ചയും കിട്ടും, ഈ ബുധനാഴ്ചയും കിട്ടും, നെക്സ്റ്റ് മൺഡേയും കിട്ടും, നെക്സ്റ്റ് വെനസ്ഡേയും കിട്ടും. അപ്പൊ 3 ക്ലാസ് നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ 1st 2nd മൊഡ്യൂൾ കുഴപ്പമില്ല പിള്ളേരെ, അതൊക്കെ നിങ്ങളുടെ എക്സാം ഒക്കെ എഴുതി കുഴപ്പമില്ലാത്തതല്ലേ. 3rd 4th മൊഡ്യൂൾ നമുക്ക്
ഓക്കെ, പിള്ളേരൊക്കെ പോയാ? അതെന്താന്നറിയില്ല, പെട്ടെന്ന് സിസ്റ്റം ഷട്ട് ഡൗൺ ആയി പോയി. പെട്ടെന്ന് ഓക്കെ, പോയില്ല അല്ലെ? ഇവിടെ ഇട്ടാ. എന്തായാലും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന അപ്പൊ 3 ക്ലാസ് നമ്മുടെ മുന്നിൽ 3 ക്ലാസ് ഉണ്ട്. അപ്പൊ നെക്സ്റ്റ് ബുധനാഴ്ച നിങ്ങള് കുറച്ച് പേർ പോയി. ആ സാരില്ല, ഇപ്പൊ ക്ലാസ് കഴിഞ്ഞല്ലോ, ആ ചാപ്റ്റർ നമ്മുടെ കഴിഞ്ഞല്ലോ. പിന്നെ എന്താ പറയാ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആ ഗൈഡ് ഒന്ന് കറക്റ്റ് ചെയ്യാം, പിന്നെ സമയത്തിനനുസരിച്ച് റിവിഷൻ ചെയ്യാം കേട്ടോ. എന്തായാലും 2 ക്ലാസ്, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ പോകുന്നത്. നിങ്ങൾക്ക് ഒരു ക്ലാസ്സിൽ റിവിഷൻ തന്നില്ലെങ്കിലേ നമുക്കൊരു സമാധാനം ഇല്ല. നിങ്ങൾക്ക് എക്സാമിന് നിങ്ങൾ എത്രത്തോളം അതിലേക്ക് ഒരു ഇതാക്കണം. നമുക്കൊരു റിവിഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് എല്ലാ ചാപ്റ്ററും ഒന്ന് ഓടിച്ചു പോവുകയാണെങ്കിലേ നിങ്ങൾക്കൊരു ഇതായിരിക്കും, ഞങ്ങൾക്കൊരു സമാധാനമായിരിക്കും. പെട്ടെന്ന് ചില ക്ലാസ്സുകളിലൊക്കെ നമുക്ക് പിള്ളേരുകള്, ഇപ്പൊ നിങ്ങളൊക്കെ എന്ന് പറയുന്നത് നല്ല പിള്ളേരാട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്നോണ്ടേ നമ്മുടെ ക്ലാസ് ഒക്കെ നല്ല സ്മൂത്ത് ആയിട്ട് വേഗം ഈ ചാപ്റ്റർ ഇപ്പൊ നമ്മൾ കണ്ടോ, ഈ ലോട്ടറി ഒക്കെ എത്ര പെട്ടെന്ന് നമ്മൾ തീർത്തേന്ന് അറിയോ. ചില ക്ലാസ്സിൽ നമ്മൾ നീങ്ങില്ല, അവർ റെസ്പോണ്ട് ചെയ്യില്ല. അപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം ഓക്കെ അല്ലേന്ന് ചോദിക്കുമ്പോ നിങ്ങള് തമ്പിടുമ്പോ നമുക്കത് പെട്ടെന്ന് അങ്ങ് പോകുകയും, ചിലര് 100 പ്രാവശ്യം ചോദിക്കുമ്പോഴായിരിക്കും ആരെങ്കിലും ഒരാളെ റെസ്പോണ്ട് ചെയ്താൽ മതി. പല ക്ലാസ്സുകളും പല രീതിയിലാണല്ലോ. അപ്പൊ എന്ന് പറഞ്ഞാൽ അവിടെ ഇച്ചിരി ബാലൻസ് വരും. അപ്പൊ ചിലപ്പോ അവർക്ക് റിവിഷൻ ചെയ്യാനുള്ള സമയം കിട്ടില്ല. അപ്പൊ നമുക്ക് ശരിക്കും റിവിഷൻ ചെയ്യണമെന്നൊന്നുമില്ല, എങ്കിലും ഞങ്ങൾ മാക്സിമം ഒരു ക്ലാസ് എങ്കിലും ബാക്കി വെക്കുന്നത്, ഒരു ക്ലാസ്സിനെങ്കിലും നിങ്ങൾക്കൊന്ന് റിവിഷൻ തരാമല്ലോ. അപ്പൊ ഞങ്ങൾക്ക് ഒരു സമാധാനം. എല്ലാ ചാപ്റ്ററും നമുക്ക് അങ്ങനെ ഒന്ന് പറഞ്ഞു പോകുമ്പോ ഇനിയിപ്പോ 3rd മൊഡ്യൂൾ നമുക്ക് നോക്കാം, 4th മൊഡ്യൂൾ നമുക്ക് നോക്കാനുള്ള ഇഷ്ടം പോലെ സമയമുണ്ട് ഒന്ന് റിവൈസ് ചെയ്ത് വിടാൻ. അപ്പൊ ക്ലാസ്സിൽ തന്നെ നമുക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി മെയിൻ എക്സാം നിങ്ങൾ ആ ഗൈഡ് ഒക്കെ ഫോക്കസ് ചെയ്ത് പഠിക്കാം കേട്ടോ. അത് പിന്നെ പേടിക്കണ്ട, ഓരോ പേപ്പർ അല്ലേ, പിന്നെ സാവധാനം ഇരുന്ന് പഠിച്ചാൽ മതി. ഓരോ പേപ്പറും കറക്റ്റ് ആയിട്ട് ആ ചാപ്റ്ററുകൾ നോക്കി പേപ്പർ 1 ഏതൊക്കെയാണ് നിങ്ങൾക്ക് അറിയാലോ, തിരിച്ചിട്ടുള്ളത് അറിയാലോ. അപ്പൊ അതിനനുസരിച്ച് തന്നെ ചാപ്റ്റേഴ്സ് പഠിക്കാം. പിന്നെ വേറെ എന്താ, ക്ലാസ് തീർന്നപ്പോ വിഷമമുണ്ടോ? എന്താണ് അർജുനെ ഒരു ഡൗട്ട് ആദ്യമായിട്ടോ? പല മിസ്സന്മാരും പറയേ എക്സാമിന്റെ കാര്യമൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ അർജുൻ, അതൊക്കെ ഇവിടുന്ന് കറക്റ്റ് നിങ്ങൾക്ക് തരും കേട്ടോ. ഒരു പരിധി വിട്ട് നിങ്ങളോട് എക്സാമിന്റെ കാര്യങ്ങൾ പറയാൻ ഞങ്ങൾക്ക് ഇവിടുന്ന് വോയിസ് ഇല്ല. ഞങ്ങൾക്കത് കറക്റ്റ് ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ടോ, ഇവിടെ ടെക്നിക്കലിൽ നിന്ന് നിങ്ങളെ കറക്റ്റ് ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ അറിയിക്കും. പിന്നെ ക്ലാസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെ, മെയിൻ എക്സാം ഗൈഡ് തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതാ ഞാൻ പറഞ്ഞു, അതൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് അറിയിക്കും കേട്ടോ. അപ്പൊ അത് നമുക്ക് എന്തായാലും ക്ലാസ് നല്ല സ്മൂത്ത് ആയിട്ട് പോയിട്ട് എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുണ്ട്. ഇപ്പൊ നമുക്ക് റിവിഷൻ ചെയ്യാൻ നല്ല സമയം കിട്ടിയല്ലോ. ഈ ചാപ്റ്റർ ഞാനിപ്പോ ഇന്ന് ചിലപ്പോൾ തീർക്കാൻ പറ്റില്ലായിരിക്കും എന്ന് വിചാരിച്ചൊക്കെയാണ് പോകുന്നത്. പക്ഷെ നമുക്ക് വേഗം തീർക്കാൻ പറ്റിയത് കുഴപ്പമൊന്നുമില്ല. ഈ ചാപ്റ്ററിൽ നമ്മള് എന്തൊക്കെയാണ് നിങ്ങളൊന്ന് നോക്കി, അല്ലെങ്കിൽ അടുത്ത ക്ലാസ് നമുക്ക് റിവിഷൻ ചെയ്യുമ്പോൾ അതിന്റെ ഒപ്പത്തിന് പറയും. നമ്മൾ ആ നോട്ട് ചെയ്തേക്കണതൊക്കെ. പിന്നെ എടുത്തതിന്റെ ചലഞ്ചസ് ഒക്കെ നോക്കണം. പിന്നെ 6 സെറ്റ് ഓഫ് സീനൻ എന്നുള്ളത് പറഞ്ഞില്ലേ, അതിനകത്ത് ഒരു സെറ്റിൽ ഏതൊക്കെയാ വന്നേന്നുള്ളത് നോക്കാം. പിന്നെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം 3 സെൻട്രലൈസ്ഡ്, ഡീസെൻട്രലൈസ്ഡ്, മിക്സ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ, പിന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലിനൻ, യൂസ്ഡ് ലിനൻ, സോയിൽഡ് ലിനൻ, ഇൻഫെക്റ്റഡ് ലിനൻ, പീറ്റർ ലിനൻ, അതൊക്കെ നോക്കാം. പിന്നെ ആ സൈക്കിള് നോക്കി വെക്കാം. പിന്നെ എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് അത് നോക്കാം. അത്രേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പൊ സങ്കടം ഉണ്ടാ, ക്ലാസ് പെട്ടെന്ന് തീർന്നു പോയി തോന്നുന്നുണ്ടാ? ഇനി ആർക്കടി അവിടെ തീരാനുള്ള പോർഷൻ വന്ദന മിസ് നിങ്ങൾക്ക് കൊടുക്കണ്ടല്ലോ അല്ലെ? പോർഷൻസ് തീർക്കാനുണ്ട്. ബിലു മാമിന്റെ ഉണ്ട് അല്ലെ? ബിലു മിസ്സിന്റെ പോർഷൻ തീർക്കാൻ. ബാക്കി എല്ലാവരും കഴിഞ്ഞു. ബേസിക് ഓഫ് കമ്പ്യൂട്ടർ അത് വലിയ കുഴപ്പമൊന്നുമില്ല. ആദ്യത്തെ ഒരു കുറച്ച് മാത്രമേ വേർഡ്, എക്സൽ, പവർ പോയിന്റ് അത് പഠിക്കണ്ടല്ലോ. പിന്നെ അതിന്റെ ലാസ്റ്റ് ഇതൊക്കെയുള്ളൂ 10 പോയിന്റ്സ്. വലിയ പ്രശ്നമൊന്നുമില്ല, തീർക്കാം. അപ്പൊ ബാക്കി നമുക്ക് റിവിഷൻ ചെയ്യാം. എന്നാ ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. ക്ലാസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? ഇന്നിപ്പോ ഞാൻ ഫസ്റ്റ് ബാച്ച് നമുക്ക് ഇന്നിപ്പോ എച്ചയുടെ പുതിയ ബാച്ചിൽ നിന്ന് എനിക്ക് 2:30 ക്ലാസ്. ഇന്നിപ്പോ 3 ക്ലാസ് ഉണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് ബാച്ച് ചെയ്യാണ്. നല്ല ക്ലാസ് ആണ്. മനസ്സിലാവുന്നുണ്ടായിരുന്നോ? ഞാൻ ആ പിള്ളേരോടും ചോദിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. നിങ്ങളുടെ അപ്പൊ എനിക്ക് പറയാലോ, H20 പിള്ളേരുടെ ഇന്നിപ്പോ ക്ലാസ് അവർക്ക് എന്റെ കഴിഞ്ഞ് പോർഷൻസ് കഴിഞ്ഞു. ഞാനിങ്ങനെ സംസാരിച്ചപ്പോ അവര് പറഞ്ഞു ഓക്കെയാന്ന് പറഞ്ഞു. ഇനി നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാതെ എനിക്ക് അവരോട്, അതുകൊണ്ട് പറഞ്ഞതാട്ടോ. പുതിയ ബാച്ച് നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ വേറെ എന്താ, പിന്നെ കുറച്ചൊരു
എല്ലാ മിസ്സുമാരും നന്നായിട്ട് എടുക്കുന്നുണ്ട്, മനസ്സിലാവുന്നത്. ഓക്കെ നിമിഷ. ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾക്ക് കോൺവെക്കേഷനും ഒക്കെ വരുമ്പോ നമുക്ക് കാണാം. ബുധനാഴ്ച ക്ലാസ് ഉണ്ട് കേട്ടോ, ബുധനാഴ്ചയും അടുത്ത ആഴ്ചയും ക്ലാസ് ഉണ്ട്. എല്ലാവരും നല്ലതായിരുന്നു. അതിൽ പിന്നെ ഗൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ടും നമുക്ക് റിവിഷന് അപ്പൊ തേർഡ് ഫോർത്ത് മൊഡ്യൂൾ നോക്കാം. അപ്പൊ ഗൈഡ് ഉള്ളവര് നെക്സ്റ്റ് ക്ലാസ്സിൽ ഗൈഡ് എടുത്ത് പിടിച്ചു. അപ്പൊ അതിനകത്ത് കുറച്ച് കുഞ്ഞു കുഞ്ഞു കറക്ഷൻസ് ഉള്ളത് ഞാൻ നമ്മൾ എടുത്ത എല്ലാ ചാപ്റ്ററിന്റെയും ഞാൻ കറക്റ്റ് ചെയ്ത് തന്നേക്കാം കേട്ടോ. ഓക്കെ, ഇന്ന ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ, ബുധനാഴ്ച കാണാം.